കാരണം കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു എന്നുള്ള പദങ്ങൾ മറക്കരുത്. കർത്താവ് യേശുവിൻ്റെ പരസ്യവരവിൻ്റെ പല ലക്ഷണങ്ങളുണ്ട്. അതിനകത്ത് പൊളിറ്റിക്കൽ സയൻസ്, സയൻസിൻ്റെ ഗവൺമെൻറ്റ്സ്, സയൻറ്റിഫിക് സയൻസ്, സയൻസിൻ്റെ സ്കൈ, സ്പിരിച്വൽ സയൻസ്, സയൻസിൻ്റെ സോഷ്യൽ ലൈഫ്, സയൻസിൻ്റെ നേച്ചർ, സയൻസ് ഓഫ് ഇസ്രായേൽ എന്നിങ്ങനെ ഒരുപാട് തരത്തിലുള്ള അടയാളങ്ങൾ യേശു കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. തിയറി ഓഫ് പ്രോബബിലിറ്റിയിൽ അധികം ലക്ഷണങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ ഒത്തിരി ലക്ഷണങ്ങളാണെങ്കിൽ അത് ഒന്നേ സംഭവിക്കൂ, ഒറ്റ പ്രാവശ്യമേ ഉണ്ടാകൂ. അതെ, ഒറ്റ പ്രാവശ്യം മാത്രം ഉണ്ടാകുവാനുള്ള ക്രിസ്തുവിൻ വരവിൻ്റെ അനേക ലക്ഷണങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു ഭാഗം മാത്രം ഒന്നുകൂടെ വിശദമായി ചിന്തിക്കുവാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 5 മുതൽ 14 വരെ ഒരു ദീർഘവേദഭാഗമാണത്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേർ എടുത്തു വന്നു, അതായത് കള്ളക്രിസ്തുക്കൾ പിന്നെ പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഒരുപാട് ലക്ഷണങ്ങൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് യേശു സംസാരിക്കുന്നത് കാണാം. പഴയ നിയമത്തിൻ്റെ ആരംഭം മുതൽ പുതിയ നിയമത്തിൻ്റെ അവസാനം വരെ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങൾ ഉള്ളതിൽ യേശു തൻ്റെ സ്വന്തം വാഗുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷപ്രകാരം പറയുന്ന ചുരുക്കം കാര്യങ്ങളാണ് കണ്ടത്. കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾ, ഭൂമിയുടെ ലക്ഷണങ്ങൾ, ഇസ്രയേലിൻ്റെ ലക്ഷണങ്ങൾ എന്നിങ്ങനെ അനവധി ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ആരംഭകാലം മുതൽ നടക്കുന്നുമുണ്ട് ഓരോന്നോരോന്ന്. എന്നാൽ അവ കൺവേർജ് ചെയ്യുന്ന ഒരു പോയിൻ്റുണ്ട്. ഒരുപാട് ലക്ഷണങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സമയമുണ്ട്. നാം ആ സമയത്തിലെത്തി. അതുകൊണ്ട് ഇത് വരവിൻ്റെ സമയം എന്ന് നാം കരുതുന്നു. തുടർന്ന് അതിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് ഞാൻ എടുത്തു. ഓരോ പ്രവചന ഭാഗവും ഒന്ന് വിശദമാക്കിയ ശേഷം ഒരു പ്രസത്തിലൂടെ പ്രകാശത്തെ കടത്തിവിട്ട് 7 ഘടകങ്ങളായി തിരിക്കുന്നത് പോലെ എങ്കിൽ മാത്രമേ പ്രകാശത്തിൻ്റെ അകത്ത് എന്തുണ്ട് എന്ന് നമുക്ക് ഏറെക്കുറെ അറിയാൻ കഴിയത്തുള്ളൂ. തിരിച്ചതിനെ ഒരുമിച്ച് കൺവേർജ് ചെയ്ത് നാം കാണുന്നത് പോലെ നാം കാര്യങ്ങൾ വിശദകരമായി ചെയ്തുകൊണ്ട് ഒരു ആംഗിളിൽ നിന്ന്, ഫോക്കൽ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ കാണുകയായിരുന്നു. ഇന്ന് നാം ഒരു ഫോക്കൽ പോയിന്റിലാണ് നമുക്ക് പലതും മനസ്സിലാക്കുവാനായി കഴിയും. സയൻസ് ഓഫ് ഹിസ് കമ്മിങ്. ഒന്നാമത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് ഏകാധിപത്യത്തിൽ നിന്നും രാജഭരണത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് ഭരണം മാറുകയാണ്. നീ രാജാവിനോടും രാജ്ഞിയോടും പറ, സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിരി, നിൻ്റെ കിരീടം പോയി, ഇനി നിനക്കത് കിട്ടത്തില്ല. അങ്ങനെ മാറി. 2, ഷഫ്ലിംഗ് ഓഫ് നേഷൻസ് ആൻഡ് കിങ്ഡംസ്. രാഷ്ട്രങ്ങളെ, രാജാക്കന്മാരെ, ഭരണാധികാരികളെ ദൈവം ചീട്ടുകുത്തുന്നത് പോലെ ഷഫിൾ ചെയ്യുന്നത് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുന്നത് കാണാം. അതിൻ്റെ ഉദാഹരണങ്ങളിൽ ഒന്നായിട്ടാണ്, രാജ്യങ്ങളെ ഉടച്ചു വാർക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് റഷ്യയെ കർത്താവ് USSRനെ ദൈവം തല്ലിപ്പിരിച്ചുകൊണ്ട് ഇന്ന് അതിനെ യുക്രൈനുമായി ചേർക്കുവാൻ ഒരുങ്ങുന്ന ഒരു സംഭവം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം രാജ്യങ്ങളെ ഉടച്ചു വാർക്കും. ഒന്നാമതായി ജനാധിപത്യ ഭരണം ദൈവം കൊണ്ടുവന്നു. 2, രാജ്യങ്ങളെ ഉടച്ചു വാർക്കുന്നു. 3, മാർക്കിംഗ്. അതത് ദേശത്തിന് അതതിൻ്റെ മാർക്കിംഗ് ഉണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയുടെ നാഷണൽ ബേർഡുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയുടെ നാഷണൽ ആനിമലുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ വൃക്ഷമുണ്ട്. ഈ അടയാളം എല്ലായിടത്തും ഉപയോഗിക്കുന്നു. കൊടികൾ അടയാളങ്ങളായി ഓരോ രാഷ്ട്രവും ഉപയോഗിക്കുന്നു. ഓരോ രാജ്യത്തിനും അതതിൻ്റെ മാർക്കിംഗ് ഉണ്ട്. എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ കൾച്ചറാണെന്ന് പറയുന്ന വ്യത്യസ്ത കൾച്ചറുകൾ എല്ലാവർക്കുമുണ്ട്. വ്യത്യസ്ത മാർക്കിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി വിശദീകരിച്ചു. റഷ്യയെ ഉടച്ചു വാർത്ത്
ഒരു പുതിയ രാജ്യമാക്കി മാറ്റേണ്ടതിന് റഷ്യയും യുക്രൈനെയും ചേർക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ഇസ്രയേലിനെ വടക്ക് നിന്ന് ആക്രമിക്കേണ്ട ശത്രുവായി വരേണ്ടതിനു വേണ്ടി ദൈവം അത് ചെയ്യുകയാണ് എന്നും നമ്മൾ കണ്ടു. ഞാൻ ആവർത്തിച്ച് പറയാം, ഇത് ലോകമഹായുദ്ധമാകുമെന്നോ ഈ ഒരടിക്ക് ഇതെല്ലാം കൂടെ യോജിക്കുമെന്നോ ഇല്ലെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് സംഭവിക്കും. അതിൻ്റെ സൂചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കൺവേർജിങ് തിങ്സ്. നിറപ്പകിട്ടാർന്ന 4 കുതിരകളെ നാം കാണുകയും അവയുടെ നിറങ്ങൾ ഒരുമിച്ച് വരുന്ന മിഡിൽ ഈസ്റ്റ് നിറപ്പകിട്ടാകുന്ന ചരിത്രം ഒരുക്കപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഭൂമിയിൽ അവിടെയും ഇവിടെയും ക്രോപ്പ് സർക്കിളുകൾ ഉണ്ടാക്കിക്കൊണ്ട് സാത്താൻ ഭൂമിയെ മുഴുവനും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, കർണാടകത്തിലും ഉണ്ടായിരുന്നു ക്രോപ്പ് സർക്കിൾ, മറക്കണ്ട. നാം അറിഞ്ഞും അറിയാതെയും പലയിടത്തും നടക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയെ മാർക്ക് ചെയ്യുന്നു, മനുഷ്യനെ മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ മാർക്കിങ് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മഹദിയം ബാബിലോൺ വെളിപ്പെടേണ്ടതിന് എതിർ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഇത് മുഴുവനും തയ്യാറാകുകയാണ്. എതിർ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ മനുഷ്യ ശരീരങ്ങളെ 100% മാർക്ക് ചെയ്യേണ്ടതിന് 666 ചിപ്പും എല്ലാവരുടെയും കയ്യിൽ ഒരേ നാണയം ഉണ്ടായിരിക്കേണ്ടതിന് ഭൂമി മുഴുവനും ഒരു ബിറ്റ് കോയിനും കൊണ്ടുവരുന്ന വിവരം ബിറ്റ് കോയിൻ ആയിരിക്കാം, ഒരു ഏക ലോക നാണയം ഉണ്ടാകുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. എല്ലാം കൂടെ കൺവേർജ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇച്ചിരൂടെ ഗൗരവമായിട്ടൊക്കെ പോകും. ദൈവത്തിൻ്റെ സഭയെ മാർക്ക് ചെയ്യുന്നുണ്ട്. മറക്കരുത്, ദൈവത്തിൻ്റെ സഭയെ മാർക്ക് ചെയ്യുന്നുണ്ട്. 1 പരിശുദ്ധാത്മാവിനാൽ, 2 കൾച്ചറൽ സമ്പ്രദായങ്ങളാൽ. ദൈവത്തിൻ്റെ ജനത്തെ വേർതിരിച്ച് തനിക്കുള്ളതിനെ ശുദ്ധീകരിച്ച് നിർമ്മല കന്യകയും മണവാട്ടിയും എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സഭയെ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം അതിനകത്തുണ്ടോ? അല്പം കൂടെ ഗൗരവമായി നമുക്കൊന്ന് ഇറങ്ങി ചിന്തിക്കാം. കർത്താവ് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും എടുത്തതാണ്. ഇവരാരാണ് എന്ന് സ്വർഗത്തിൽ നിന്ന് മൂപ്പന്മാരിൽ ഒരുവൻ സഭയെ കണ്ടുകൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് യോഹന്നാൻ പറയുന്ന മറുപടി, യജമാനനെ അങ്ങയ്ക്കറിയാം. ആ മൂപ്പൻ തന്നെ പറഞ്ഞത്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന കയ്യിൽ കുരുത്തോലകളുമായി വരുന്ന ഇവർ യേശുവിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കിയെ അലക്കിയവരാണ്. ബഥേൽ നാം കൂട്ടത്തിലായിരിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കാം. കാര്യം നാളുകൾ ചുരുക്കമാകയാൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി വേഗതയിൽ നമുക്കത് ചെയ്യാം. സ്കാറ്ററിങ് ആൻഡ് റീഗ്രൂപ്പിംഗ് ഓഫ് നേഷ്യൻസ്, രാജ്യങ്ങളെ പിരിച്ചുവിടുന്നതും തിരിച്ചു ചേർക്കുന്നതുമായ കാര്യങ്ങൾ ഇന്ന് അല്പം കൂടെ ഗൗരവമായി എടുക്കാൻ പോകുകയാണ്. നമ്മൾ ഓരോന്നും പ്രിസത്തിലൂടെ കടത്തിവിട്ട് പല നിറങ്ങളാക്കി മാറ്റിയ ശേഷം തിരിച്ചൊരുമിച്ച് യോജിപ്പിക്കുമ്പോൾ വ്യക്തമായി കാണാവുന്നതുപോലെ ഇത് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കാൻ പോകുകയാണ്. സ്കാറ്ററിങ് ആൻഡ് റീഗ്രൂപ്പിംഗ് ഓഫ് ദ നേഷ്യൻസ്. നിമ്രോദിൻ്റെ കാലത്താണ് നിമ്രോദിനെയും അദ്ദേഹം ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ചതായ ആകാശത്തോളം മുട്ടുന്ന ആ ഗോപുരത്തെയുമാണ് ഒന്നാമത്തെ ഏറ്റവും ഇടത്തുവശത്ത് കാണിച്ചിരിക്കുന്നത്. നടുക്കായി ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പല സാമ്രാജ്യങ്ങൾ ഒരുമിച്ച് പിരിയുന്നതായിട്ടും അതിനകത്ത് ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോം എന്നിത്യാദികളായി പല രാജ്യങ്ങളായി തിരിക്കുന്ന ചരിത്രവും അതിനെ ഒരുമിച്ച് ഒരു ബിംബമായി പണിതു നിർത്തിയിരിക്കുന്നതും കാണുവാൻ കഴിയും. അതേ ചരിത്രമാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഏറ്റവും വലത്തെ അറ്റത്തെ ഘോരവും ഭയങ്കരവുമായ മൃഗം ഇതിനെ വേർതിരിക്കുന്നതും തിരിച്ചൊരുമിച്ച് ചേർക്കുന്നതും നാം കാണാൻ പോകുകയാണ്. നിമ്രോദിൻ്റെ കാലത്ത് ദൈവം ഭൂമിയെ കൊടുത്തു. ഒരു റീഗ്രൂപ്പിംഗ് ഓഫ് ദ ജെൻറ്റൈൽസ് നടക്കണമെങ്കിൽ ആദ്യം അതിനെ സ്കാറ്റർ ചെയ്യണമല്ലോ. നിമ്രോദിൻ്റെ കാലത്ത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യപ്രകാരം ദൈവം ഭൂമിയെ ചിഹ്നിച്ചു കളഞ്ഞു, ഗവൺമെൻറ്റുകളെ ചിഹ്നിച്ചു കളഞ്ഞു, ഭാഷകളെ ചിഹ്നിച്ചു കളഞ്ഞു, സംസ്കാരങ്ങളെ ചിഹ്നിച്ചു കളഞ്ഞു. മറക്കരുത്, ഈ പദങ്ങൾ ഗൗരവമാണ്. നമുക്ക് ചരിത്രം മുഴുവൻ ലഭിച്ചേ മതിയാകൂ. ഞാൻ പ്രിസത്തിലൂടെ വാക്യം കടത്തിവിടുകയാണ്. ഇതിനെ ആദ്യമേ ചിഹ്നിപ്പിക്കുന്നതായി കാണാം. കാരണം വന്നുകൂടിയ ജനത്തിൻ്റെ താല്പര്യം ഒരു രാഷ്ട്രമായി തുടരണമെന്നാണ്. എങ്കിലവർ പവർഫുള്ളായിരിക്കും. ദൈവവും പറഞ്ഞു, അത് തൽക്കാലം ഞാൻ അനുവദിക്കുന്നൊരു സമയം വരും, അതുവരെ നിങ്ങൾ ഒരുമിച്ച് കൂടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് എ ടൈം ഓഫ്, ഇന്ന് നാം ആയിരിക്കുന്നത് ജാതികളുടെ കാലത്താണ്. കാര്യം ജാതികൾക്കായി ദൈവം പകുത്തു കൊടുത്തു. ഇറ്റ് വിൽ ബി റീയുണൈറ്റഡ്, നിശ്ചയമായിട്ടും തിരിച്ച് യുണൈറ്റ് ചെയ്യും. ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകും. വി ഹാവ് എ വാർ വിൽ ഹാവ് എ വാർ വിത്ത് ഇസ്രയേൽ. ആ വൺ വേൾഡ് ഗവൺമെൻറ്റിന് ഇസ്രയേലുമായി ഒരു യുദ്ധമുണ്ടാകും. നെബൂഖദ്നേസറിൻ്റെ കാര്യത്തിൽ യെരമ്യാവിൻ്റെ പുസ്തകം 27-ന്റെ 6-7 വാക്യങ്ങളിൽ നാം കണ്ടു. വീണ്ടും ഞാൻ ആ വാക്യത്തിൽ വരും. കാര്യം എങ്കിൽ മാത്രമേ എനിക്കത് വിശദീകരിക്കാൻ ഒക്കത്തുള്ളൂ. യെരമ്യാവിൻ്റെ പുസ്തകം 27-ന്റെ 6-7 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു,
തൽക്കാലത്തേക്ക് ഞാൻ ഒരു ഭാഗം, ഭൂമിയുടെ ഒരു ഭാഗം ഞാനിത് നിമ്രോദിന്, ബാബേൽ രാജാവിന് കൊടുക്കുകയാണ്, നെബൂഖദ്നേസറിന്. അവനും അവൻ്റെ മകനും അവൻ്റെ മകൻ്റെ മകനും 3 തലമുറകളുടെ കാലഘട്ടമാണ് ബാബേലിനുള്ളത്. നിയമിച്ച സമയത്ത് നിയമിച്ച സ്ഥലത്തെ നിയമിക്കപ്പെട്ട രാജാക്കന്മാർക്ക് അവർ ജനിക്കുന്നതിന് മുന്നമേ തീരുമാനിച്ചതുപോലെ ഞാൻ പകുത്തു കൊടുക്കും എന്ന് അവിടെ പറയുന്നതായി കാണാം. എന്തുകൊണ്ട് ഇവിടെ രാജാക്കന്മാർക്ക് പകുത്തു കൊടുത്തു? ഗൗരവമായി ശ്രദ്ധിച്ചാലും ആരംഭത്തിങ്കൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ച് ഭൂമി ആദാമിൻ്റെ കയ്യിലേൽപ്പിച്ചു. അതിനു മുമ്പേ ലൂസിഫറിൻ്റെ ഏൽപ്പിച്ചിരുന്നു. മനുഷ്യവർഗ ചരിത്രത്തിൽ ആദാമിനെ പിശാച് വീഴിച്ചതിനാൽ അവൻ്റെ കയ്യിൽ നിന്ന് വാഴ്ച നഷ്ടപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വാഴ്ച നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ അന്ധകാരത്തിൻ്റെ ചങ്ങലയിട്ട് അഗാധത്തിൻ്റെ കീഴിൽ അന്തിമ വിധിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ഒന്നുകൂടെ പറയാം, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാഞ്ഞ ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അവരെ അന്ധകാരത്തിൻ്റെ ചങ്ങലയിട്ട് അന്ധകാരത്തിൻ്റെ കീഴിൽ അഗാധത്തിൽ തൻ്റെ അടുത്ത ന്യായവിധിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. ആദമും ഹൗവയും അവരെ ഏൽപ്പിച്ച പദവിയിൽ നിന്ന് വീണു പിശാച് അവരെ വീഴ്ത്തി. ദൈവം തുടർന്നതെടുത്ത് നോഹയ്ക്ക് കൊടുത്തു. നോഹയെയും പിശാച് വീഴ്ത്തി. അതിനുശേഷം ദൈവം അതെടുത്ത് ജാതികൾക്ക് കൊടുത്തു. മനുഷ്യവർഗത്തിൽ 1ാമത് ആദാമിന്, 2ാമത് നോഹയ്ക്ക്, 3ാമത് ജാതികൾക്ക്. നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ മറക്കരുത്, ദൈവം നമുക്കൊരു അധികാരം തന്നു, ഒരവകാശം തന്നു, ദൈവം നമുക്ക് ഒരു പദവി തന്നു, കളയരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. തൻ്റെ ലോകരാജ്യത്വം ദൈവം ജാതികൾക്കായി കൊടുത്തു. അത് നിമ്രോദിൻ്റെ കാലത്തായിരുന്നു. 11:1 പറയുന്നു, ഭൂമിയിലൊക്കെയും ഒരു ഭാഷയായിരുന്നു. 11:4 പറഞ്ഞു, അവരെല്ലാം കൂടെ ചേർന്ന് പറയും, അന്നത്തെ മനുഷ്യൻ നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ കൂടിയേച്ച് പറഞ്ഞു, വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതെ ഇരിക്കേണ്ടതിന്. മനുഷ്യൻ്റെ താല്പര്യം എന്തോ ആയിരുന്നു? ഭൂലോകത്തിലൊക്കെയും ചിതറിപ്പോകാതെ ഇരുപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക. ഇന്ന് ഞാനതിൻ്റെ വിശദീകരണത്തിൽ പോകത്തില്ല. ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം എന്ന പദം ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഒരു എബ്രായ വാക്കിൽ നിന്ന് വന്നതാണ്. എബ്രായ ഭാഷയിലാണ് ആ ഭാഗങ്ങൾ എഴുതിയത്. ആ വാക്കിൻ്റെ അർത്ഥം ആകാശത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയുന്ന, മേഘമണ്ഡലത്തിൻ്റെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മാജിക്കൽ ഹെവൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ മാന്ത്രിക സ്വർഗത്തെ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു ഗോപുരം പണിയുക, അത് മുഖേന ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. ഒന്നുകൂടെ കേട്ടോണേ, നിമ്രോദിൻ്റെ കാലത്തെ ജനത്തിൻ്റെ ചിന്താഗതിയും നിമ്രോദ് അവരെ പഠിപ്പിച്ചതും, നാം ഒരു ജാതിയായി തുടരണം, ഒരു രാജ്യമായി തുടരണം, നമുക്ക് ഒരു ദൈവം വേണം. ആ ദൈവം ഇന്ന് കാണുന്ന ദൈവമല്ല, പകരം ആകാശശക്തികളെ കൊണ്ടുവന്ന് അവയെ നമുക്ക് ദൈവമാക്കുന്ന ഒരു സംസ്കാരം വേണം. ഇത് ശരിയാകത്തില്ല എന്ന് ദൈവത്തിന് തോന്നി. ആകയാൽ സകല ഭൂമിയിലും വെച്ച് ദൈവം ഭാഷയെ ചിഹ്നിച്ചു കളഞ്ഞു, ജനത്തെ ചിഹ്നിച്ചു കളഞ്ഞു, ജനത്തെ പലതായി തിരിച്ചു. എനിക്ക് തോന്നി അത് നന്നായി അരക്കിട്ട് ഉറപ്പിച്ചെങ്കിലേ നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകൾ മനസ്സിലാകത്തുള്ളൂ. ഞാനിതൊരു പ്രസത്തിനകത്തൂടെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇനിയും നാം ഇന്ന് ജാതികളുടെ കാലത്താണ് എന്ന് യേശുവിൻ്റെ വാഗൊണ്ട് പറയുന്ന വാക്കാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 21:24 കാണുന്നത്. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്യും. അത് ഇസ്രയേലിനെ കുറിച്ച് പറയുന്നതാണ്. അടുത്ത പദം യേശു പറയുന്നത്, ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും. അപ്പം ജാതികളുടെ കാലത്താണ് ഞാനും നിങ്ങളും. നാം ഇന്ന് ജാതികളുടെ കാലത്താണ്, ജാതികളുടെ കാലത്താണ്. ഈ ജാതികളുടെ കാലത്തിന് ഒരവസാനമുണ്ട്. ദൈവം അതിനെ അവസാനിപ്പിക്കും. പക്ഷേ ഇന്ന് നാം ജാതികളുടെ കാലത്താണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ജാതികൾക്ക് വേണ്ടി ദൈവം അത് കൊടുക്കുമ്പോൾ തന്നെ, ഞാൻ രണ്ടായിട്ട് തിരിക്കാൻ പോകാണ്. ജാതികൾക്ക് വേണ്ടി ദൈവം അത് കൊടുക്കുമ്പോൾ തന്നെ ദൈവം അബ്രഹാമിനെ വിളിച്ച്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ, 11-ാം അധ്യായത്തിൽ ജാതികൾക്ക് കൊടുത്തു കഴിഞ്ഞു. 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് പറഞ്ഞു, നിനക്ക് ഞാൻ ഇരിച്ചിരേയും ഭൂമി തരാം. അബ്രഹാമിനോട് അരുളിച്ചത് എന്നാൽ, നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമാകും. നിനക്ക് ഞാനൊരല്പം ലാൻഡേ തരത്തുള്ളൂ, പക്ഷേ ഞാൻ നിന്നെ അവിടെ ഒരു വലിയ ജാതിയാക്കും. അവിടെ വലിപ്പമെന്ന് പറയുന്നത് അംഗസംഖ്യയേക്കാൾ കൂടുതൽ ബുദ്ധിപരമായും ആത്മീകമായുമുള്ള കഴിവുകളാണ്. ആവർത്തിക്കാം,
അവിടെ വലിയതെന്ന് പറയുന്നത് ബുദ്ധിപരവും ആത്മീകവുമായ കഴിവുകളാണ്. അത് ഞാൻ നിനക്ക് തരും. രാജ്യം കുറച്ചേ കാണത്തുള്ളൂ, കാര്യം ഞാനത് ജാതികൾക്ക് കൊടുത്തിരിക്കുക. പക്ഷെ നിന്നെ ഞാൻ മറക്കത്തില്ല, ഒരല്പം തരാം. അബ്രഹാമിന് ഒരല്പം കൊടുത്തു. അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു. ഇതേ കാര്യം തന്നെയാണ് വേറൊരു വേദഭാഗത്തു നിന്ന് ഞാൻ എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കനാന്യർ, ഗിഹ്രിയർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ, അഥവാ അവർ വസിക്കുന്ന ദേശത്തെ തന്നെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നരുളി ചെയ്തു. ഇന്നത്തെ യുദ്ധം എല്ലാം നടക്കുന്നത് അതിൻ്റെ കെയർ ഓഫിലാണ്. ഒരു വലിയ അളവിൽ വരെ അബ്രഹാമിന് ദൈവം അത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനിയും ഞാൻ ലാൻഡിലോട്ട് മാറാൻ പോകുകയാണ്. ആകപ്പാട് ഇന്നുള്ള ഭൂമിയുടെ ഏറെക്കുറെ 25 ലക്ഷത്തിൽ ഒരു ഭാഗമേ ദൈവം അബ്രഹാമിന് കൊടുത്തിട്ടുള്ളൂ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം, കാര്യം നമ്മൾ ഒന്ന് വികസിപ്പിക്കുകയാണ് ഈ വാക്യം. ഇന്നുള്ള ഭൂമിയുടെ ഏറെക്കുറെ, അതിനേക്കാളും താഴെ ഉള്ളൂ, ഒരു റൗണ്ട് ഫിഗർ ഞാൻ എടുത്തതാണ്. 25 ലക്ഷത്തിൽ ഒരു ഭാഗം ഭൂമി മാത്രമേ ദൈവം അബ്രഹാമിന് കൊടുത്തിട്ടുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 15:18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ തന്നിരിക്കുന്നു എന്നരുളി ചെയ്തു. ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ളതായ ആ സ്ഥലം ഒരുമിച്ച് ചേർത്താൽ ഭൂമിയുടെ 25 ലക്ഷത്തിൽ ഒരു ഭാഗമേ ഉള്ളൂ. 25 ലക്ഷത്തിൽ ഒന്നെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനൊന്നും എളുപ്പമല്ല. ഓക്കെ, 2ആയി ജനത്തെ തിരിക്കുന്നത് കാണാം. മറക്കല്ലേ, 2ആയി ജനത്തെ തിരിക്കുക. ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ആശയങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്നിനെ അബ്രഹാമിൻ്റെ പിന്തുടർച്ചക്കാർ, എബ്രഹാമിക് ജനറേഷൻ എന്ന് വിളിക്കും. വേറൊന്നിനെ നിമ്രോദിക് അഥവാ ജാതികളുടെ ജനറേഷൻ എന്ന് വിളിക്കും. ഞാൻ ഏതിൽ പെടും എന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. ജാതികളുടെ കാലമാണ്. ആ കാലത്ത് തന്നെ അബ്രഹാം ഇതിനകത്ത് കഴിയുന്നുണ്ട്. ഒന്നാമത്തേതിന് ഹിസ്റ്ററി ഡിവൈഡ്സ് ഇൻടു 2 പാരലൽസ്. 2 പാരലലുകളായി ലോകചരിത്രം മാറുകയാണ്. ഒന്ന് അബ്രഹാമിൻ്റെ സന്തതി, അത് ഇടയ്ക്ക് മാഞ്ഞു തീർന്നു. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീർന്നില്ല, ദൈവം അതിനെ പിന്നെയും നിർത്തി. 2 നിമ്രോദിൻ്റെ ജനം, അതായത് ലോക സാമ്രാജ്യങ്ങൾ എല്ലാം കൂടെ ചേർന്ന ജാതികൾ. അബ്രഹാമിൻ്റെത് തീരെ ഇച്ചിരേ ഉള്ളൂ. ഞാനിവിടെ കാണിക്കുമ്പോൾ ഒന്ന് കാണാനും വേണ്ടും വേണമല്ല, അതുകൊണ്ട് അങ്ങനെ ഇട്ട്, അല്ലെങ്കിൽ ഇത് കാണാനും വേണ്ടും ഒന്നും കാണത്തില്ല. നോൺ അബ്രഹാമിക് ജനറേഷൻ്റെ 25 ലക്ഷത്തിൽ ഒന്നേ ഉള്ളൂ അബ്രഹാമിൻ്റേത്. അതിനകത്ത് തന്നെ പ്രത്യേകത, സിവിലൈസേഷൻ, സംസ്കാരം 2ആയി. ഒന്ന് നിമ്രോദിനോട് ചേർന്നുള്ള കമ്പൈൻഡ് സംസ്കാരം, അതിനകത്ത് സകല കണച്ചനാണ്ടിയുണ്ട്. വേറൊന്ന് അബ്രഹാമിൻ്റെ സംസ്കാരം, ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്കുള്ളവൻ. നിൻ്റെ ഉടുപ്പ്, നിൻ്റെ നടപ്പ്, നിൻ്റെ ജീവിതം, നിൻ്റെ ഭക്ഷണം, നിൻ്റെ വസ്ത്രം, നിൻ്റെ വിവാഹം, നിൻ്റെ ജീവിതശൈലി, നിൻ്റെ ആരാധന, ഇതെല്ലാം ഞാൻ പറയുന്ന പോലെ ആയിരിക്കണം. എബ്രഹാമിക് ഐഡിയോളജി, അബ്രഹാമിൻ്റെ സംസ്കാരം. വേറൊന്ന് ഭൂമിയിൽ മിച്ചമുള്ള സകലതും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആകാം, ഇഷ്ടം പോലെ ജീവിക്കാം, പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ. നിമ്രോദിൻ്റെ കാലം, ജാതികളുടെ കാലം 2ആയി തിരിച്ചു. നമുക്കൊന്ന് നോക്കാം. 2020 കണക്കനുസരിച്ച് ഭൂലോകത്തിൻ്റെ മാപ്പാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. ഇസ്രയേലിനെ ഒന്ന് കാണിക്കണമെന്ന് ഞാൻ ഓർത്ത് ഒരു നിവൃത്തിയുമില്ല. ഇതിൻ്റെ 25 ലക്ഷത്തിൽ ഒരു ഭാഗം മാർക്ക് ചെയ്യാൻ എനിക്കറിയാൻ വയ്യ. അഥവാ ഞാൻ മാർക്ക് ചെയ്താൽ ഒരു കടുക് പോലെ കാണത്തുള്ളൂ, ആർക്കും കാണത്തുമില്ല. ലോകത്തിൻ്റെ മാപ്പിനകത്ത്, ഈ മാപ്പിനകത്ത് ഇസ്രയേലിനെ മാർക്ക് ചെയ്ത് കാണിക്കാൻ ഒക്കത്തില്ല, അത്രയും ചെറുതാണ്. കാരണം അവരുടെ പോപ്പുലേഷൻ 10,000-ൽ ഒന്നേ ഉള്ളൂ. 10,000-ൽ 1. ഞാൻ ഇട്ടിരിക്കുന്ന 1000-ആണ്. ഓക്കെ, 1000 ആയിരിക്കും. 1000-ൽ ഒന്നേ ഉള്ളൂ. അവർക്ക് കിട്ടി. ഇന്നത്തെ ജനസംഖ്യ ഞാൻ പറഞ്ഞ അന്നത്തെ അല്ല, അന്ന് അബ്രഹാമും സാറയും 2 എണ്ണമേ ഉള്ളൂ. ഇന്ന് അത് 1000-ൽ 1 വളർന്നു. ഭൂലോകത്തിൻ്റെ ജനറേഷൻ്റെ 1000-ൽ 1 വളർന്നു. ഭൂമി അന്നും ഇന്നും 25 ലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഞാനൊരല്പം അതിനെ കാണിക്കേണ്ടതിന് ആ മിഡിൽ ഈസ്റ്റ് മാത്രം ഒന്നെടുത്ത് പ്രൊജക്റ്റ് ചെയ്യുക. അതിനകത്ത് തേണ്ട ചുമന്ന നിറത്തിൽ ഒരു മാർക്കിംഗ് കാണാമോ വലത്തുവശത്ത്? അതാണ് ഇസ്രയേൽ. ഇത് 25 ലക്ഷത്തിൽ ഒരു ഭാഗമേ ഉള്ളൂ. അബ്രഹാമിൻ്റെ ഗ്രൂപ്പ് തീരെ ചെറുതാണ്, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലുതാ. ഇന്ന് ഭൂമിയിൽ കാണുന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ 92% ഇസ്രയേലിൻ്റെ വകയാണ്. ഞാൻ ഉടുപ്പിട്ടുകൊണ്ടായിരിക്കുന്നത്, നമ്മളെല്ലാം വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കുന്നത്. ആദ്യത്തെ തുണിമില്ല് ഭൂമിയിൽ കണ്ടുപിടിച്ചത് ഇസ്രയേലിനാ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത്, ഞാൻ അങ്ങനെ അങ്ങോട്ട് എണ്ണി പറഞ്ഞാൽ മരുന്ന് ഉൾപ്പെടെ
ചെറുതും വലുതും പലതും 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 ഭൂമിയിലെ പ്രയോജനപ്പെടുന്ന കണ്ടുപിടുത്തങ്ങളുടെ 92% ഈ കൊച്ചു രാജ്യത്ത് നിന്ന് വന്നതാണ്, ആ അബ്രഹാമിൽ നിന്ന് വന്നതാ. നീ ഒരു വലിയ രാജ്യമായിരിക്കും, നീ എണ്ണത്തിൽ ചുരുക്കമാണെങ്കിലും നീ പ്രയോഗത്തിൽ വലുതായിരിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിറപ്പകിട്ടോടുകൂടെ അബ്രഹാമിന് ദൈവം കൊടുത്ത സ്ഥലങ്ങളൊക്കെ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. മാർക്ക് ചെയ്ത് സാത്താൻ അതിനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ജാതികളായി തിരിച്ചതിനെ ഞാനൊന്ന് തൊടാൻ പോകുകയാണ്. പല ജാതികൾക്കായി ദൈവം കൊടുത്തു. നമ്മൾ ഈ മാർക്കിനകത്ത് കാണുമ്പോൾ തന്നെ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് എത്ര രാജ്യങ്ങളുണ്ടെന്ന് കണ്ടോണം. ഇതിനകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം കൂടെ എണ്ണി തീർക്കാൻ എളുപ്പമല്ല, ഒത്തിരിയുണ്ട്. UNO അംഗീകരിച്ചത് തന്നെ 200-അടുത്തുണ്ട്. ഒരുപാട് സംസ്കാരങ്ങളാണ് അങ്ങ് ഒരുമിച്ച് കിടക്കുകയാണ്. നമുക്കൊരു സംസ്കാരം ഉണ്ട്, അങ്ങനെ എല്ലാവർക്കും ഉണ്ട്, അവരവരുടെ സംസ്കാരം എല്ലാവർക്കും ഉണ്ട്. പ്രധാനമായി എണ്ണപ്പെട്ട രാജ്യങ്ങൾ തന്നെ 200ഓളം എണ്ണമുണ്ട്. UNO എണ്ണി നോക്കിയിട്ട് UNO അംഗീകരിക്കാത്തത് പലരുമുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിൽ നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട്, ഓരോ വ്യക്തികൾക്ക് അവരുടേതായ സംസ്കാരമുണ്ട്. ചിലർക്ക് പള്ളി വരുമ്പോഴൊരു സംസ്കാരം, പള്ളിക്കൂടത്തിൽ വേറൊരു സംസ്കാരം, അങ്ങനെ പലയിനം സംസ്കാരം ഒരാളിന് തന്നെയുണ്ട്. പക്ഷേ അബ്രഹാമിനോട് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്നേ ഉള്ളൂ, ദൈവിക സംസ്കാരത്തിൽ നീ പോകുകയാണ്. ഞാൻ മുന്നോട്ട് വരട്ടെ. ഈ ജാതികളായി തിരിച്ചു എന്ന് പറയുന്നത് ആരെയാണ്? വേദപുസ്തക ഭാഷയിലും ആരംഭ ചരിത്രത്തിലും ജാതികളായി തിരിക്കുന്നത്, ആദ്യമേ ഞാൻ പറഞ്ഞില്ല ഇവരെ സ്കാറ്റർ ചെയ്തെന്ന്. ഈ സ്കാറ്ററിങ് എങ്ങനെ തല്ലിച്ചെതറിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ്. ചരിത്രത്തിൽ ഒന്നാമത്തെ സാമ്രാജ്യമായി, പ്രത്യേകിച്ചും ബൈബിൾ ചരിത്രത്തിൽ ഈജിപ്തിനെ കാണിച്ചു. ഈജിപ്തിൻ്റെ പ്രത്യേകത അത് ഏലിയൻ ഗൈഡഡ് ആയിരുന്നു. ഏലിയൻ ഗൈഡഡ്, അന്യ ദേവ ശക്തികൾ, വീണുപോയ ദൂതന്മാരുടെ ശക്തികളാണ് ഈജിപ്തിനെ നടത്തിക്കൊണ്ടിരുന്നത്. എങ്ങനെ അറിയാം? ഈജിപ്തിലെ രാജാക്കന്മാർ മരിക്കുമ്പോൾ അവരെ ഒരു പിരമിഡിൻ്റെ അകത്താണ് അടക്കുന്നത്. അവരുപയോഗിച്ചു വന്ന പ്രധാന ആയുധവും, രാജാക്കന്മാരുടെ ചരിത്രത്തിൽ അവരുടെ കട്ടിലും പായും വരെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കൂടെ അവരുടെ ശവകുടീരത്തിൽ കൊണ്ടുവരികയും അവരുടെ പിരമിഡിനകത്ത് അത് വെക്കുകയും ചെയ്യും. അവരുടെ വിശ്വാസപ്രകാരം ഓരോ രാജകുമാരന്മാരും ജനിക്കുമ്പോൾ അവരുടെ കുലദേവത അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ആ കുലദേവത ഒരായുധം ഒരു രാജകുമാരനെ ഏൽപ്പിക്കുകയും ചെയ്യും. ആ ആയുധം രാജകുമാരൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാര്യം അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. പഴയ രാജകീയ സമ്പ്രദായങ്ങളുടെ ചുവട് തന്നെ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് രാജാവ്. രാജകീയ സിംഹാസനം ഏറ്റെടുക്കേണ്ടതിന് വേണ്ടിയ വസ്ത്രങ്ങൾ ധരിച്ച് അതിൻ്റെ കർമാദികൾ ചെയ്ത് ആ കിരീടം ഏറ്റെടുക്കുന്നതോടെ ഒരു ശക്തി, ഒരാത്മാവ് അദ്ദേഹത്തിൽ വരുമെന്നും തുടർന്ന് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ ഒക്കാത്തവണ്ണം ദൈവികമാണ് എന്നും കരുതി അതായിരുന്നു രാജാക്കന്മാരുടെ അധികാരത്തിൻ്റെ കാരണം. ഇങ്ങനെ ഓരോ രാജകുമാരനും ഒരായുധം കൊടുക്കും. തൂത്തൻ ഖമൂൺ എന്ന് പറയുന്ന ഒരു രാജകുമാരൻ, അദ്ദേഹത്തിനും ഒരായുധം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആയുധം ഈ കാണുന്ന കഠാരിയായിരുന്നു, അല്ലെങ്കിൽ വാളായിരുന്നു. പക്ഷേ ഇദ്ദേഹം രാജാവാകുന്നതിന് മുന്നേ മരിച്ചു. ഇതെല്ലാം ചരിത്രത്തിൽ കിടപ്പുണ്ട്, ഞാൻ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് കാണിക്കുക. ഞാൻ വരച്ച പടമല്ല ഇതൊന്നും. ഈ രാജകുമാരൻ മരിച്ചു, അദ്ദേഹം രാജാവായില്ല, അതിന് മുന്നേ മരിച്ചു. രാജാക്കന്മാരെ മാത്രമേ പിരമിഡിനകത്ത് അടക്കത്തുള്ളൂ, ബാക്കി രാജകുമാരന്മാരെ അവരുടെ കല്ലറകളിൽ അടക്കുന്നത്. മരിച്ച് അനേക നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തിൻ്റെ കല്ലറ പൊട്ടി അത് തുറന്നു. ആ കല്ലറ തുറന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അടക്കിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാള് കിട്ടിയത്. പക്ഷെ മോഡേൺ ജനറേഷൻ്റെ കയ്യിൽ ഈ വാള് കിട്ടിയതോടെ ഇതിൻ്റെ വാളും കവറും ഉണ്ടാക്കിയിരിക്കുന്ന ലോഹം എന്നാന്ന് അന്വേഷിക്കാൻ തുടങ്ങി. നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന് തുരുമ്പ് പിടിച്ചിട്ടില്ല, ഇതിന് ക്ലാവ് അടിച്ചിട്ടില്ല. ഇതെന്ത് ലോഹം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ പോയി ഇൻ്റർനെറ്റ് തപ്പ്, ഇതെന്ത് ലോഹം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയേണ്ടതിന് ഇന്ന് പുരാണ വസ്തുക്കളെക്കുറിച്ചും ലോഹങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിച്ചു പറയുന്നത് കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റിയാണ്. കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തു. അവർ നോക്കി വെച്ച് പറഞ്ഞു, അത് ഭൂമിയിലുള്ള വസ്തു അല്ല, ഈ ഭൂമിയിലുള്ള ലോഹമല്ല, ഇറ്റ് ഈസ് ഏലിയൻ മെയ്ഡ്. അത് ഭൂമിക്ക് വെളിയിലുള്ള ഏതോ ശക്തികൾ കൊടുത്ത ഭൂമിക്ക് വെളിയിലുള്ള ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ അവരുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അവരുടെ ഭരണകൂടം പൈശാചികമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിങ്കിൽ നിന്നുള്ളതായിരുന്നില്ല. മറ്റു ശക്തികൾ, ഏലിയൻസ് എന്ന് ഞാനതിനെ വിളിക്കും, ഇന്നത്തെ ലോകം മൊത്തം വിളിക്കും. ചുരുക്കം ചിലർക്ക് ഇന്നും അതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ല, ബാക്കി പള്ളിക്കൂടത്തിൽ പോയവർക്കെല്ലാം അറിയാം. ഞാൻ അവിടം പറഞ്ഞങ്ങ് മുന്നോട്ട് മാറട്ടെ. അത് ഏലിയൻ കൺട്രോൾഡ് ആയിരുന്നു.
രണ്ടാമത്തെ സാമ്രാജ്യം അസീരിയായിരുന്നു. ഞാനവിടെ വേഗത്തിലേ പോകത്തുള്ളൂ. അസീരിയയും ഏലിയൻ കൺട്രോൾഡായിരുന്നു. മൂന്നാമത്തേത് ബാബിലോണായിരുന്നു. ബാബിലോൺ ടോട്ടലി ഏലിയൻ കൺട്രോൾഡായിരുന്നു ബാബിലോൺ. ആ ബാബിലോൺ രാജാവിൻ്റെ കാലത്താണ് നെബൂഖദ്നേസറിന് ഞാനിത് കൊടുത്തിരിക്കുന്നുവെന്ന് ദൈവം ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നത്. ആ ഭാഗം ഇപ്പം നമ്മൾ പല പ്രാവശ്യം വായിച്ചു. വെരി ഹ്യൂജ് ഇമേജ് ഓഫ് കോംപ്ലക്സ് നേച്ചർ ദൈവം ദാനിയേലിന് കാണിച്ചു കൊടുത്തു, രാജാവിന് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ഈ ബാബേൽ രാജാവിൻ്റെ കാലത്താണ്, ബാബേൽ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ്. അതുകൊണ്ട് വി ആർ ഇൻ ദ ടൈം ഓഫ് ജെൻറ്റൈൽസ്. നാം ജാതികളുടെ കാലത്താണ് എന്ന് ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. അതാത് ജാതികൾക്ക് കിട്ടിയ കാലഘട്ടം, കിട്ടിയ ഏറിയ അവർ വാഴുവാൻ ദൈവം അവരെ അനുവദിച്ചു. അങ്ങനെ ഇന്ന് 200ഓളം പ്രധാന രാജ്യങ്ങളും അതിൻ്റെ കീഴിൽ ഒത്തിരി ചില്ലറ രാജ്യങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഈ ഭൂമിയിലുള്ളത്. നാലാമത്തേത് മെഡോപേഷ്യൻ സാമ്രാജ്യമായിരുന്നു, സംസ്കാരമായിരുന്നു. അഞ്ചാമത്തേത് ഗ്രീസായിരുന്നു. ആറാമത്തേത് റോമാണ്. ദാനിയേൽ പ്രവചനത്തിൽ എഴുതി വരുമ്പോൾ ഇതിനെ നാലാമത്തേതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കാരണം ബാബിലോൺ മുതലുള്ളത് മാത്രമേ ദാനിയേൽ പ്രവചനത്തിലുള്ളൂ, അതിൻ്റെ പുറകിലുള്ളത് ദാനിയേൽ പ്രവചനത്തിലില്ല. ദാനിയേൽ പ്രവചനത്തിൽ റോമിനെ നാലാം സാമ്രാജ്യമെന്നാണ് വിളിക്കുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള രാജ്യത്വം, ഭയങ്കര ഇരുമ്പ് പല്ലുള്ളതെന്ന് പറയാം. ആറാമത്തെ സാമ്രാജ്യമാണ് ലോകചരിത്രത്തിൽ റോം എന്നത്. ഏഴാമത്തേത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ ഏഴാമത്തെ ലോക സാമ്രാജ്യമാണ്. എട്ടാമത്തേത് അമേരിക്കയാണ്. ഇതിനെ തല്ലിച്ചെതറി ചിഹ്നിച്ചു, ഇതിലെ ഒക്കെയാക്കി. ഇവർക്കെല്ലാം ഒന്നിച്ച് നിൽക്കണമെന്നും പണിയണമെന്നും ആശയമുണ്ട്. റഷ്യ പണിയാൻ നോക്കിയാൽ അമേരിക്ക പൊളിക്കും, ഇന്ത്യ പണിയാൻ നോക്കിയാൽ ചൈന ഇടറും, പാകിസ്ഥാൻ നോക്കിയാൽ ഇന്ത്യ ഇടറും. ഒരെണ്ണം വേറൊണ്ണത്തെ വളർത്താൻ വിടത്തില്ല. ഇവർക്കെല്ലാം താല്പര്യമുണ്ട് മൊത്തം ഒന്ന് അടക്കി ഭരിക്കണമെന്ന്. പക്ഷെ ഒരു രക്ഷയുമില്ല. ഇവരറിയാത്ത വേറെ ഏതോ ഒരു ശക്തി ഇവരെയും പിടിച്ചിരിക്കുക. ഇവരെ ഓരോന്നിനെയും നയിച്ചുകൊണ്ടിരുന്നത് ഓരോ ഏലിയനിക് പവേഴ്സാണ്. ഞാൻ ബിയോണ്ട് ഡൗട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും പരസ്യമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഈ ലോക സാമ്രാജ്യങ്ങൾ എല്ലാത്തിനും ഒരുമിക്കണമെന്നുണ്ട്, ഒരുമിക്കണമെന്നല്ല, അവൻ്റേതൂടെ പിടിച്ചെടുത്ത് എനിക്ക് മിടുക്കനാകണമെന്നുണ്ട്. പക്ഷെങ്കിൽ എന്തോ അവരെ കൊണ്ട് ഒക്കാത്തതുപോലെ ദൈവത്തിൻ്റെ കരം അവരെ ചിതറിച്ചു. അവർ ചിതറിക്കപ്പെട്ടിരിക്കുക. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ തക്കവണ്ണം അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അഥവാ ആധിപത്യത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവൻ്റെ കാലത്തും അവൻ്റെ മകൻ്റെ കാലത്തും മകൻ്റെ മകൻ്റെ കാലത്തും 3 തലമുറകൾ, അത്രയും കാലഘട്ടമേ ഉള്ളൂ ഓരോരുത്തരും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. നിങ്ങൾക്കറിയാമോ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം വിശുദ്ധ പൗലോസ് നടത്തുന്ന അരപകയോഗ കുന്നിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗമാണ്. ഈ വേദപുസ്തകത്തിൽ ഉള്ളതിലേക്കും കൂടുതൽ തത്വസംഹിതകളും വാഗ്ചക ശൈലികളും ആ പൗലോസിൻ്റെ തനി ഭാഷയിൽ കടുപ്പിച്ച് ചേർത്ത ഒരു തിരുവചന ഭാഗമാണത്. അതിനകത്ത് പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, തൻ്റെ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് ദൈവം ഒരു മനുഷ്യനിൽ നിന്ന്, ആദമിൽ നിന്ന് ജാതികളെ ഉണ്ടാക്കി പിരിച്ചെടുത്തു. അവർക്കെല്ലാം കാലങ്ങളും അതിരുകളും വെച്ചിട്ടുണ്ട്. നിങ്ങളിന്ന് വിചാരിക്കരുത് നിങ്ങൾ എല്ലാ കാലത്തും ഭരിക്കുമെന്ന്. നത്തിങ്. നിങ്ങൾക്കൊരു കാലവും ഒരളവും വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അബ്രഹാമിക് ജനറേഷന് ഇനിയും ഞാൻ തൊടട്ടെ. ഈ അബ്രഹാമിക് ജനറേഷൻ ഇന്നിവിടെ വളരുകയാണ്. എന്തിനു വേണ്ടി? ഒരു നിർമ്മല കന്യകയായി വരേണ്ടതിന്. പഴയ നിയമത്തിലെ അബ്രഹാമിനെ യഹൂദൻ്റെയും മുസ്ലിംസിൻ്റെയും പിതാവ് എന്ന് അവർ വിളിക്കുന്നു. ആ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ആ സംസ്കാരത്തിൽ യഹൂദൻ വളർന്നു. തുടർന്ന് പുതിയ നിയമ സംസ്കാരത്തിൽ അബ്രഹാമിൻ്റെ മക്കളാക്കി നമ്മളെ ദത്തെടുത്തു എന്ന് നമുക്ക് കാണാം. കാട്ടൊലിവായിരുന്ന നമ്മെ വെട്ടി ഫലപ്രദമായ ഒലിവിൻ്റെ വേരിന് പങ്കാളികളാകേണ്ടതിന് നല്ല ഒലിവിനോട് ഒട്ടിച്ചു ചേർത്തു. ജാതികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങളും അബ്രഹാമിൻ്റെ ജനറേഷനിലേക്ക് വരേണ്ടതിന് ഏബ്രഹാമിക് ജനറേഷനിൽ വരേണ്ടവരാണ് എന്ന് മറക്കരുത്. ആണോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. അതോ ജാതികളുടെ സംസ്കാരത്തിലാണോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. രണ്ടായി ഞാൻ തിരിച്ചു, നമ്മൾ വീണ്ടും അതിനെ തുടരുക. ഇത് നിർമ്മല കന്യകയായി ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി വളരേണ്ടതിന് വേണ്ടിയാണ് അബ്രഹാമിൻ്റെ തലമുറയെ ദൈവം ആഗ്രഹിച്ചത്. അവർ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന് വേർതിരിക്കപ്പെട്ടവരാണ്. പഴയ നിയമത്തിൽ അവർ പിതാവാം ദൈവത്തിനും പുതിയ നിയമത്തിൽ പുത്രനാം ക്രിസ്തുവിനും എന്ന് നാം വിശ്വസിക്കുന്നു. അതെ, നാം പറയുന്നു, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് അവർ. മറുവശത്ത് നോൺ അബ്രഹാമിക് ഗ്രൂപ്പ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മിച്ചം വരുന്ന അബ്രഹാം ഗ്രൂപ്പ് അങ്ങ് പോയി. അതങ്ങ് പോയി കഴിഞ്ഞാൽ അതങ്ങ് ഉയരത്തിൽ കയറി. നിമ്രോദിൻ്റെ ഗ്രൂപ്പാണ് ബാക്കിയുള്ളത്. അതിനെ യുണൈറ്റ് ചെയ്തുകൊണ്ട് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഘോരവും ഭയങ്കരവുമായ മൃഗത്തിൻ്റെ മേൽ വേശ്യാവൃത്തി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന, സ്കാർലറ്റ് കളർ,
ചുവപ്പ് നിറവും മുത്തുകളും ധരിച്ച വേശ്യ സ്ത്രീയായി രംഗപ്രവേശനം ചെയ്യുന്ന ഒരു എതിർ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ആ രൂപത്തിലേക്ക് വരും. അവർ മാത്രം ഭൂമിയിൽ ശേഷിക്കും. എന്നെനിക്ക് പറയാൻ അറിയത്തില്ല. ഇന്നായെന്ന് വരാം, ഈ ആണ്ടിലായെന്ന് വരാം, ഈ ആണ്ടിൽ നടന്നില്ലെന്നും വരാം. അത് ദൈവത്തിനെ അറിയത്തുള്ളൂ. നാളും നാഴികയും പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. പക്ഷേ സഭ കന്യക ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ ഘോരവും ഭയങ്കരവുമായ മൃഗവും അതിൻ്റെ മേലിരിക്കുന്ന അലങ്കാര വസ്ത്രങ്ങൾ ധരിച്ച ആ സ്ത്രീയും മാത്രം ഇവിടെ മിച്ചം വരും. അതായത് ലോകജാതികൾ ഇവിടെ മിച്ചം വരും. അബ്രഹാമിൻ്റെ ഗ്രൂപ്പിനെ മുകളിലേക്ക് ദൈവം എടുക്കും. ആരോ കൊണ്ട് ഇടത്തുവശത്തെ കാണിച്ചിട്ടുണ്ട്. റാപ്ചർ എന്ന് നാം അതിനെ വിളിക്കും. ആകാശത്തിലേക്കുള്ള പ്രത്യാഗമനം എന്നതിനെ പറയാം. നിമ്രോദിൻ്റെ ഗ്രൂപ്പ് ഇവിടെ മിച്ചം കിടക്കും. നമുക്ക് നിമ്രോദിനെ ഒന്ന് തൊടാം. 7 വർഷം ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് നാം മധ്യാകാശത്തിലായിരിക്കും. തേണ്ട ആദ്യത്തെ കോളം അതാ കാണിക്കുന്നത്. ദ റാപ്ചർ ഓഫ് ഇൻ ദ മിഡ് സ്കൈ. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുകയും നാം മധ്യാകാശത്തിൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുകയും ചെയ്യും. ആ സമയത്ത് നിമ്രോദും അവൻ്റെ കൂട്ടരും ജാതികൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അവർക്ക് ഒരു 7 വർഷത്തെ മഹോദ്രവകാലം നടക്കും. അവരോടുകൂടെ യഹൂദനും ഉണ്ടായിരിക്കും. യഹൂദൻ സ്വന്തമാകൊണ്ട് യേശുവിനെ തള്ളിയവനും ഞങ്ങൾക്ക് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നാർത്തട്ടഹസിച്ചവരും കുറ്റം ചെയ്യാത്തവനെ കുറ്റവാളിയാക്കി. അത് നിശ്ചയമായും ക്രിസ്തു അത് ആഗ്രഹിച്ചു, അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ടു. ആകയാൽ ക്രിസ്തുവിൻ്റെ മേൽ കുറ്റാരോപണം നടത്തി കുരിശിക്കുകയും ചെയ്ത ആ ജനവും നിശ്ചയമായും അവർ വാഗൊണ്ട് ഏറ്റുപറഞ്ഞ ആ ശാപത്തിന് അംശികളാണ്. അവരും ഈ ട്രിബുലേഷനിലൂടെ കടന്നു പോകും എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അല്ലേ, എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ആ 7 വർഷത്തിന് ശേഷം സഭ ഇവിടേക്ക് മടങ്ങി വരും. നമുക്ക് തൽക്കാലം ലോകജനതയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഈ കാണുന്ന ലോകരാജ്യങ്ങൾ നേരത്തെ നമ്മളതിനെ കണ്ടിച്ചായിരുന്നു. ഷാജിന് അവരെ ഒരുമിച്ചൊരു ഭരണത്തിൽ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. പക്ഷെ ദൈവം അതൊരിക്കലും സമ്മതിക്കുന്നില്ല. ഇത് ഈ സൈനുകൾ കൺവേർജ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ജാതികൾ പിരിഞ്ഞു പോയതാണ് ഞാൻ എടുത്തത്. ഇനിയും അവരെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ പോകാം. അവർ പിരിഞ്ഞു പോയിരുന്ന കാലഘട്ടത്തിൽ തന്നെ അബ്രഹാമിൻ്റെ സന്തതിയെ ദൈവം ഇതേ മണ്ണിൽ തന്നെ പരിപാലിക്കുകയും അവർ തേജസ്സുള്ളതായ ഒരു സഭയായി കർത്താവിന് വേണ്ടി രൂപീകരിക്കപ്പെടുക. മറക്കരുത്, ഉയർത്തെഴുന്നേൽപ്പിന് എഴുന്നേറ്റ് വരുന്നത് പഴയ നിയമവിശുദ്ധന്മാരുമുണ്ട്, പുതിയ നിയമവിശുദ്ധന്മാരുമുണ്ട്. കാര്യം നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടാണ് നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നത്. അതും അവരിൽ വസിച്ചിരുന്ന ദൈവത്തിൻ്റെ ആത്മാവെന്ന് പഴയ നിയമഭക്തന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്നു. അവരിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു. വഴിതെറ്റിപ്പോയവരുടെ കാര്യമല്ല. പുതിയ നിയമത്തിൻ്റെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആ ആത്മാവിനാൽ നാമും ഉയർക്കും. മിച്ചം വരുന്ന ലോകം. All these nations wanted to rule the whole earth. They tried every permutations and combinations. ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ചേർന്ന് നോക്കാം, അടിപിടിയായി. എന്നാൽ ആ രാജ്യങ്ങൾ തമ്മിൽ ചേർന്ന് നോക്കാം, ഇടിപിടിയായി. എന്നാൽ അപ്പുറത്തൊന്ന് ഇപ്പുറത്തൊന്ന് ഓരോന്നിനെ കൊണ്ടുവരാം. എവറി അലൗഡ് പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. അങ്ങനെ പറഞ്ഞാൽ അങ്ങ് വിടുകയാണ്. എല്ലാ മെത്തേഡുകളും മാർഗങ്ങളും അവർ നോക്കി. പക്ഷെ ഇന്ന് വരെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. പിന്നെയും പകുത്തോണ്ടിരിക്കുക. ഇടയ്ക്ക് 2 യോജിപ്പിക്കും, 3 യോജിപ്പിക്കും. ഒരു അലയൻസിൽ വരും, ഒരു എഗ്രിമെൻറ്റിൽ വരും, പിന്നെയും തകരും. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു വൺ വേൾഡ് ഗവൺമെൻറ് UN മുഖേന ഉണ്ടാകും. ദൈവം അത് അനുവദിക്കുമ്പോൾ അതിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തി. അവർ സൈൻ ചെയ്തതായ വൺ വേൾഡ് ഗവൺമെൻറ്, UNO സൈൻ ചെയ്ത വൺ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഓർഡേഴ്സ് പറയുന്നു തിരിച്ച് സംയോജിക്കാൻ സമയമായി. ദൈവം അനുവദിക്കുക. എത്ര നാളത്തേക്ക്? 7 വർഷത്തേക്ക്. ദാറ്റ്സ് ഓൾ. അപ്പോഴത്തേക്ക് അത് തീരും. ഓൾ ദ നേഷൻസ് വിൽ ജോയിൻ ടുഗദർ ഇൻ ദ വൺ വേൾഡ് ഗവൺമെൻറ് ത്രൂ UNO. അവരുടെ അജണ്ട 2030 പ്രസിദ്ധമാണ്. അത് നമ്മൾ തന്നെ നേരത്തെ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് വിശദീകരിക്കുന്നില്ല. ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകണം, ഒരു വൺ വേൾഡ് റിലിജിയൻ ഉണ്ടാകണം, ഒരു വൺ വേൾഡ് ഗോഡ്. അതായിരുന്നു നിമ്രോദ് പറഞ്ഞത്. ആകാശത്തെ സ്വാധീനിക്കാവുന്ന വലിയൊരു പണി നമുക്ക് ചെയ്യണം. അവിടെയാണ് ദൈവം തല്ലിപ്പൊളിച്ചത്. ഒടുവിൽ ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തെ ഞാൻ ഇഞ്ഞു മാറ്റി. എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളതിനെ നിങ്ങളുടെ നടുക്കിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. ഞാനവരെ വിളിച്ചിഞ്ഞു വരുത്തി. ഇനി നിങ്ങൾ ശേഷിച്ചിട്ടുണ്ട്. ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കി ഒന്ന് നോക്ക്, ഭരിക്കാമോ എന്ന്. നടക്കത്തില്ല. കാര്യം ചൊവ്വെ ഭരിക്കാൻ ഒക്കത്തില്ല. നീതിയോടെ ഭരിക്കുന്ന ഒരു രാജാവും ന്യായത്തോടെ അധികാരം നടത്തുന്ന ശ്രേഷ്ഠന്മാരും ദൈവത്തിൻ്റെ വകയാണ്. അത് പിശാചിൻ്റെ വകയല്ല. ആകയാൽ ഇത് ഒക്കത്തില്ല. പിന്നെ നിങ്ങളിത് നോക്കൂ എന്ന് പറഞ്ഞു. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്
17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എല്ലാം അവർ ഉണ്ടാക്കി, അതെല്ലാം അവർ പ്രസിദ്ധപ്പെടുത്തി. ഞാനിവിടെ നിൽക്കട്ടെ, ഒരു വൺ വേൾഡ് ഗവൺമെൻറ്റുള്ള ഒരുക്കം ഗൗരവമായി അതിനായിരിക്കും ആ വൺ വേൾഡ് ഗവൺമെൻറ് എല്ലാ നേഷൻസിനെയും ഒരുമിച്ച് ചേർക്കുന്ന പുള്ളിപ്പുലി, കരടി, സിംഹം മുതലായി 4 മഹാമൃഗങ്ങളെക്കുറിച്ച് അല്ല 7 മഹാമൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവ ഒരുമിച്ച് ചേരുന്നതിനെയാണ് വൺ വേൾഡ് ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. ഘോരവും ഭയങ്കരവുമായൊരു മൃഗം രൂപപ്പെടും. ഞാൻ പിന്നെയും ആദ്യത്തെ ഭാഗത്ത് വന്നു. ദാനിയേലിനെ ദൈവം കാണിക്കുന്ന ദർശനം. ബാബിലോൺ മുതൽ റോം വരെയുള്ള ഭാഗങ്ങളെ ദാനിയേലിനെ എടുത്തു കാണിച്ചു. അടുത്തതായി പറഞ്ഞു, മനുഷ്യ ബീജം കൊണ്ടും സങ്കരവർഗങ്ങൾ ചേർന്ന് ഇലക്ട് ചെയ്യുന്നത് കൊണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകും. അവിടെ മനുഷ്യരന്യോന്യം മനുഷ്യബീജത്താൽ ഇടകലരും. അതെ, നടന്നു കഴിഞ്ഞു. നമ്മൾ ഇന്നവിടെ എത്തിക്കഴിഞ്ഞു. ആ ഭാഗത്ത് വരുമ്പോഴാണ് നിലം തൊടാതെ പറഞ്ഞു വരുന്ന ഒരു കല്ല്. മനുഷ്യനാരും കൊണ്ടുവരുന്നതല്ല, ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ അതിൻ്റെ കാലിൻ്റെ പാദത്തിങ്കൽ അടിക്കുന്നത് ജനായത്ത ഭരണത്തിനാണ്. റൈറ്റ് വിങ് എന്നും ലെഫ്റ്റ് വിങ് എന്നും 2 വിങ്ങായി തിരിഞ്ഞുകൊണ്ട്, അങ്ങനെ ഇന്ന് നിൽക്കുന്നത്. റൈറ്റ് വിങ് എന്നും ലെഫ്റ്റ് വിങ് എന്നും 2 വിങ്ങായി തിരിഞ്ഞുകൊണ്ട് 2 പ്രധാന ചിന്താഗതികൾ കൊടുത്ത് അതേസമയം ഒരുമിച്ച് നിന്ന് ഭരിക്കുന്ന ജനായത്ത ഭരണത്തിൻ്റെ ഈ കാലത്ത് 2 കാലുകളുള്ളതിൽ ഒന്നിൽ ഒരടിയേക്കും. ആ അടിയോടുകൂടെ മുകളിൽ കണ്ട സകലതും ഒരുമിച്ച് ചിതറും. കാര്യം അഘോരവും ഭയങ്കരവുമായ മൃഗം ഇതെല്ലാം ചേരുന്നതാ. നീ കണ്ട മൃഗമോ സിംഹത്തിൻ്റെ വായ, പുള്ളിപ്പുലിക്ക് സദൃശ്യം, അതുപോലെ ഇതുപോലെ എല്ലാത്തിൻ്റെ ലക്ഷണങ്ങൾ ഒരുമിച്ചുള്ള ആ ഗവൺമെൻറ്റിനെ സ്വർഗത്തിലെ ദൈവം തല്ലി തകർക്കും. ആ ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ അതിന് ശക്തി കൊടുക്കുന്നത് ഉയരത്തിൽ നിന്ന് ഒരു മഹാസർപ്പമാണ്. ഇടത്തെ അറ്റത്ത് മോളിൽ കാണുന്ന ഒന്ന് അതാ ഒരു മഹാസർപ്പം, തീ നിറമുള്ളതും 7 തലയും 10 കൊമ്പുമുള്ളതുമായ ഒരു മഹാസർപ്പം. നേരെ താഴെ കാണുന്ന 7 തലയും 10 കൊമ്പുമുള്ള ഘോരമൃഗത്തിനും റൈറ്റ് ടോപ്പിലിരിക്കുന്ന ആ അഹങ്കരിക്കുന്ന മ്ലേച്ഛതയുടെ മട്ടു വലിച്ചു കുടിക്കുന്ന മഹദീയം ബാബിലോണിനുമായി തൻ്റെ അധികാരങ്ങൾ കൊടുക്കുകയും ആ സ്ത്രീയെ ഈ മൃഗത്തിൻ്റെ പുറത്തിരുത്തി എതിർ ക്രിസ്തുവായി പൈശാചിക ശക്തിയാൽ വാഴിക്കുകയും ചെയ്യും. ദൈവം അത് അനുവദിച്ചു കൊടുത്തു. ദൈവം അത് അനുവദിച്ചതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കഴിഞ്ഞ 4-5,000 വർഷമായിട്ട്, എത്രായിരം വർഷമായി ഇവിടെ ശ്രമം തുടങ്ങിയിട്ട് നടന്നില്ലല്ലോ. ഒടുവിൽ നടക്കാൻ പോകുകയാണ്. കാര്യം ഇതെല്ലാം ഇതിനകത്ത് നേരത്തെ അങ്ങ് കുറിച്ചു വെച്ചു. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ ആ കുറിച്ചിരിക്കുന്നുള്ള വാക്യത്തിലേക്ക് ഒന്ന് നോക്കുക എന്നേ വരാം. എനിക്കൊന്ന് കിട്ടുന്നുണ്ടല്ലോ. ഇതിനേക്കാൾ കൂടുതൽ ലളിതമായി വിശദീകരിക്കാൻ ഒക്കത്തില്ല, ഇതിനേക്കാൾ സ്ലോ ആയിട്ടും പോകാൻ ഒക്കത്തില്ല, അല്ലേ നമ്മൾ എങ്ങും എത്തത്തില്ല. ഞാനിത് പോയിക്കൊണ്ടിരിക്കുക. ആ സ്ത്രീയെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും പറയുന്ന ആ സ്ത്രീയെ ആ മൃഗത്തിൻ്റെ മുകളിൽ കയറ്റിവെക്കുന്നതോടുകൂടെ മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും സ്ത്രീയുടെ വായിൽ നിന്നുമെല്ലാം തവളകളെപ്പോലെയുള്ള അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് കണ്ട്, തവളകളെപ്പോലെയുള്ള അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് കണ്ടു. അവരെല്ലാം കൂടെയാണ് ഭരണത്തിന് ബലം കൊടുക്കുന്നത്. അവരെ ഏലിയൻസ് എന്ന് ഞാൻ വിളിക്കും. ഞാൻ മുന്നോട്ട് വരാം. മുദ്രയേക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞു. ഏക ലോകം മുഴുവനും എടുക്കുന്ന ഒരു കോയിനിനെക്കുറിച്ച്, പണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു സാഹചര്യത്തിൽ അവരെ റീഗ്രൂപ്പ് ചെയ്യുക. ഓൾറെഡി ഷഫിൾഡ്, സ്കാറ്റേഡ്, അതിനെ റീഗ്രൂപ്പ് ചെയ്യുകയാണ്. വി ആർ ഓൾസോ സംവെയർ ഓൺ ടൈം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിലും എടുത്തതാണ്. ദൈവത്തിൻ്റെ സമയം ഏതാണ്ടായി. കാൽപാദം പ്രത്യക്ഷമായി. ഡെമോക്രസി. ഇസ്രയേൽ മടങ്ങി വന്നു. മെയ് 14-ാം തീയതി. യുദ്ധഭൂമി ഒരുങ്ങുന്നു. മിഡിൽ ഈസ്റ്റ് പുകയുന്നു. നേതാക്കൾ തയ്യാറാകുന്നു. റഷ്യ യുക്രൈനെ ഒരുമിച്ച് ചേർക്കാൻ ശ്രമിക്കുന്നു. ചുറ്റുവട്ടം നിറപ്പകിട്ട് അണിഞ്ഞു. എന്നാൽ ഈ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജാധിരാജാവും കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്, ദൈവാധിദൈവവുമായവൻ ഭരണം തിരികെ പിടിക്കുവാൻ മടങ്ങി വരും. ആരും അറിയാത്ത ഒരിടത്ത് വെച്ച് യാക്കോബെ നിന്നെ സ്നേഹിക്കാമെന്ന് പറഞ്ഞെങ്കിൽ കൊണ്ടുവരികയല്ല. ആരും അറിയാത്ത ഒരു ഇരുട്ടുമുറിയിൽ വെച്ച് അബ്രഹാമിൻ്റെ മുമ്പിൽ തേജോമയൻ പ്രത്യക്ഷപ്പെട്ടു, വാ ഞാൻ നിന്നെ എൻ്റെ ആക്കാമെന്ന് പറഞ്ഞത് ഒക്കെ ആരംഭമാണ്. പക്ഷെ അവസാനം അങ്ങനെയല്ല. തൻ രാജാധിരാജാവായി ഇറങ്ങി വരുന്ന ഒരു വരവുണ്ട്.
പണ്ടൊരിക്കൽ കയ്യിൽ ഒരു നായിങ്കണ കൊടുത്തുകൊണ്ട് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിച്ചെങ്കിൽ അവൻ കയ്യിൽ ചെങ്കോലുമായി മടങ്ങി വരും. മുൾക്കിരീടം ധരിപ്പിച്ച് അവനെ അപമാനിച്ച് പറഞ്ഞയച്ചെങ്കിൽ പൊൻകിരീടം ധരിച്ചുകൊണ്ട് അവൻ തിരിച്ചു വരും. പണ്ട് അവനോടുകൂടെ ഉണ്ടായിരുന്നവർ യേശു പിടിപെട്ട സമയത്ത് ലജ്ജിച്ച് ഓടിപ്പോയി ഒളിച്ചിരുന്നെങ്കിൽ മഹാരാജാവ് തന്നോടുകൂടെ ഉള്ളവരുമായി സാത്താനെയും ലോകത്തെയും ജയിച്ചിരിക്കും. അവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ജയിച്ചിരിക്കും. സംഗതികൾ മാറാൻ പോകുകയാണ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ മോശ മുഖേന ദൈവം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവാധിദൈവവും കർത്താധികർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായി മഹാദൈവമല്ലോ. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അധികാരം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ അധികാരത്തിൻ്റെ വളർച്ചയ്ക്ക് വർധനയ്ക്ക് അവസാനമുണ്ടാകയില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ യേശു വന്നിച്ച് പറയുന്നതാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ചില മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, പുസ്തക ചുരുളിൽ എഴുതിയതിനെ ഒന്നുകൂടെ തൊടുമെന്ന്. തിരുവചനത്തിൽ ചിലതെല്ലാം കുറിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ പുസ്തകത്തിൽ കർത്താവേ എഴുതിയിരിക്കുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവവേദലേ, നിങ്ങളെക്കുറിച്ചൊരു എഴുത്തുണ്ട്, എന്നെക്കുറിച്ചൊരു എഴുത്തുണ്ട്. അതിനൊത്തവണ്ണം നടന്നാൽ നാം അത് പ്രാപിച്ചിരിക്കും, അതിനൊത്തവണ്ണം ജീവിച്ചാൽ നാം അത് പ്രാപിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. തൻ്റെ യേശുവിനെ കാണാനെത്തിയതായ വിദ്വാൻമാർ, മത്തായിയുടെ സുവിശേഷം 2:2 അവർ പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. ലോകത്തിലാരും രാജാവായി പിറക്കുന്നില്ല. അവർ യുദ്ധം ചെയ്ത് പിടിച്ചോ അല്ലെങ്കിൽ അപ്പൻ അവരെ ഏൽപ്പിക്കുമ്പോഴോ രാജ്യത്വം ഭരണവും ഏറ്റെടുക്കുകയാണ്. പക്ഷെ ഇവൻ പിറന്നത് രാജാവായി പിറന്നവൻ. അവർ പറഞ്ഞു, ഞങ്ങൾ രാജാവിന് കൊടുക്കേണ്ട കാഴ്ചകൾ അവൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചു, ഞങ്ങൾ അവൻ്റെ മുമ്പിൽ കുമ്പിട്ടു, അവനെ അംഗീകരിച്ചു. 1 തീമോത്തിയോസ് 6:15 ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാകുന്നു. വെളിപ്പാട് പുസ്തകം 1:5 വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. വെളിപ്പാട് പുസ്തകം 17:16 കിങ് ഓഫ് ദ വേൾഡ് വൈസ് ദ കിങ്സ് ഓഫ് ദ എർത്ത്, രാജാധിരാജാവും കർത്താധികർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. 17:14 അവർ കുഞ്ഞാടിനോട് പോരാടും. ആര്? മുമ്പേ പറഞ്ഞ ഘോരമൃഗം. ലോകരാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുമ്പേ പറഞ്ഞ ഘോരമൃഗം ഈ രാജാധിരാജാവിനോട്, ഈ കർത്താധികർത്താവിനോട്, ഈ നിത്യദൈവത്തോട്, പ്രപഞ്ച സൃഷ്ടാവിനോട് അവർ പോരാടും. അവർ കുഞ്ഞാടിനോട് പോരാടും. തൻ കർത്താധികർത്താവും രാജാധിരാജാവും ആകെ കൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെ ഉള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. തന്നോട് കൂടെയുള്ളവർ. മുമ്പേ ഞാനൊന്ന് പറഞ്ഞായിരുന്നു, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ഭയന്ന ശിഷ്യന്മാർ ലജ്ജ ധരിച്ചുകൊണ്ട് ഓടി, അവർ ഒളിപ്പിടങ്ങൾ തേടി. പക്ഷേ എൻ്റെ യേശു മടങ്ങി വരുമ്പോൾ 7 ഇടികൾ മുഴങ്ങും, 7 കാഹളങ്ങൾ ധ്വനിക്കും, ആകാശം ഇളകും, ഭൂമി കുലുങ്ങും, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിപ്പത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകും, ഒരുപാട് സംഭവങ്ങൾ നടക്കും. അന്ന് അവൻ്റെ ഭക്തന്മാർ ലജ്ജിക്കാതെ ധൈര്യത്തോടെ തന്നോടുകൂടെ വരും. അവരുടെ പ്രത്യേകത, അവൻ കുഞ്ഞാട്, താൻ കർത്താധികർത്താവും രാജാതിരാജാവും ആകെ കൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിശുദ്ധന്മാരുടെ ലക്ഷണം. 1 വിളിക്കപ്പെട്ടവരും, 2 തിരഞ്ഞെടുക്കപ്പെട്ടവർ. നിങ്ങൾക്കറിയാമോ, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. തന്നോടുകൂടിയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. വിശ്വസ്തയോടെ നിൽക്കുന്നവൻ. ഒരു കമ്പനിയിലേക്ക് 100 വേക്കൻസി ഉണ്ട്, ഇന്ന ദിവസം ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞ് വിളിച്ചാൽ 1000-2000 പേരെങ്കിലും വന്നുകൂടും. അവരെല്ലാം വിളിക്കപ്പെട്ടവരാണ്. ഇന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് വരാം, അവരെല്ലാം വിളിക്കപ്പെട്ടവരാണ്. ആ വന്നവരുടെ ഇനീഷ്യൽ സ്ക്രൂട്ടണി കഴിയുമ്പോൾ 100 പേരെ മാത്രം തിരഞ്ഞെടുക്കും. വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും, ആ വന്നതിലേക്കും യോഗ്യതയുള്ളവർ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു വന്നെന്നല്ല, ഞാൻ മാതൃകയായി ജീവിക്കുവാൻ, ഉള്ളതിലേക്കും യോഗ്യതയുള്ളവരാകുവാൻ
വിളിക്കപ്പെട്ടവരും, 2 തിരഞ്ഞെടുക്കപ്പെട്ടവരും, 3 തിരഞ്ഞെടുപ്പിന് ശേഷം വിശ്വസ്തയോടെ സേവിക്കുന്നവരുമായ, വിശ്വസ്തരുമായ, തന്നോടുകൂടെ ഉള്ളവരുമായി സാത്താനെ ജയിക്കും. ഒരു ഹർമഗദോൻ യുദ്ധം നടക്കും. ഈ നിത്യരാജാവും ഘോരമൃഗവും തമ്മിലൊരു യുദ്ധം നടക്കും. ഭൂമിയെ ദൈവം തിരികെ പിടിക്കും, സഹസ്രാബ്ദം സ്ഥാപിക്കും. സ്വർഗത്തിലേക്ക് കയറിപ്പോയ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്, തേണ്ട ഒരു പുസ്തകം അവിടെ ഇരിക്കുന്നു, 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടു. ഞാൻ പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ അർത്ഥത്തിൽ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാ, ഭൂമിയുടെ തീറാധാരമാ, ഇത് ദൈവത്തിൻ്റെ വകയാണ്. പക്ഷെ ഇന്ന് അത് ദൈവത്തിന് ഉപയോഗിപ്പാൻ കഴിയാതെ വേണം ഇതിൻ്റെ മേൽ സീലടിച്ചുപോയി, ഇതിൻ്റെ മേൽ സീലടിച്ചുപോയി, ഇതിൻ്റെ മേൽ പിശാചവൻ്റെ മുദ്രയിട്ടു. കുഞ്ഞാട് മുദ്രകളിൽ 1 മുതൽ 7 വരെ പൊട്ടിക്കും. 7ാം മുദ്ര പൊട്ടും, ദൈവം ഈ ഭൂമിയെ തിരിച്ചു പിടിക്കും. സഹസ്രാബ്ദ യുഗത്തിനു വേണ്ടി, ഒരു സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി 1000 ആണ്ട് താൻ തന്നെ രാജാവായി, തൻ്റെ ജനം തന്നോടുകൂടെ പ്രഭുക്കന്മാരായി ഈ ഭൂമിയെ വാഴേണ്ടതിന്, യേശു തൻ്റെ സഹസ്രാബ്ദ വാഴ്ച സ്ഥാപിക്കേണ്ടതിന് ഈ ഭൂമിയെ തിരിച്ചു പിടിക്കും. യുദ്ധം നടക്കുന്നത് എവിടെ? പഴയ നിയമത്തിൻ പ്രകാരം സഖരിയ പ്രവാചകന്റെ പുസ്തകം 14:2, സഖരിയ പ്രവാചകന്റെ പുസ്തകം 14:2 ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടും, വീടുകൾ കൊള്ളയിടും, സ്ത്രീകൾ വഷളാക്കും, നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എനിക്ക് പറയാനുള്ളത് 1 or 2 കാര്യം, ബാക്കി നിങ്ങൾ വായിച്ചു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. 1ഉം 2ഉം രാജാക്കന്മാരല്ല കൂടുന്നത്, സകല ജാതികളും വരും. മുഴു ലോകവും, മുഴു ലോകശക്തികളും ഒരുമിച്ച് ചേർന്ന ആ മഹാമൃഗമുണ്ടല്ലോ, ഘോരവും ഭയങ്കരവുമായ മൃഗം, അപ്പുറത്ത് ദൈവം സ്ഥാപിച്ചു വെച്ചിരുന്ന അബ്രഹാമിൻ്റെ കൊച്ചു രാജ്യമുണ്ടല്ലോ, ഇവരോട് അടിക്കാനായിട്ട് വരും. പക്ഷെ ദൈവം തന്നെ നേതൃത്വം കൊടുക്കേണ്ടതിന് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കും. അങ്ങനെ യുദ്ധത്തിനായി സകല ജാതികളും അടുത്തു വരും. യുദ്ധത്തിൽ വൻ തോൽവി ഇസ്രായേലിനുണ്ടാകും. സഖരിയ പ്രവചനം 14 അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല 2ആയപ്പോൾ ഞാനിവിടെ ഒന്നുകൂടെ എടുത്തോട്ടെ. സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. എവിടെ വെച്ചാണ് യുദ്ധം നടക്കുന്നത്? താഴോട്ട് വരുന്നത് യഹോശാഫത്ത് താഴ്വര എന്നാണ് ഈ താഴ്വരയെ വിളിക്കുന്നത്. നമുക്ക് വീണ്ടും ആ വാക്യത്തിൽ വരാം. യഹോശാഫത്ത് താഴ്വരയിലാണ് അവർ വരേണ്ടത്. അതിപ്പം ഞാൻ പറഞ്ഞങ്ങ് വിടുകയാണ്, പിന്നെ പിക്ചർ കാണിക്കാം, ആ സ്ലൈഡ് കാണിക്കാം. യഹോശാഫത്ത് താഴ്വരയിലാണ് അവർ കൂടേണ്ടത്, അവിടെ വെച്ചാണ് യുദ്ധം നടക്കേണ്ടത്. അന്നാളിൽ അവൻ്റെ കാൽ, യേശുവിൻ്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ വയ്ക്കും. യെരൂശലേമിൻ്റെ തൊട്ട് കിഴക്ക് വശത്തായി ഒരു ഒലിവുമലയുണ്ട്. ആ ഒലിവുമലയുടെ മുകളിൽ നിന്നാണ് പണ്ടൊരിക്കൽ യേശു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്നു കൊണ്ട് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഈ ബാലകന്മാർ മിണ്ടാതെ ഇരിക്കുവാൻ അവരെ ശാസിക്കുക എന്ന് യഹൂദ പ്രമാണികൾ പറഞ്ഞെങ്കിൽ, അതേ ഒലിവുമലയുടെ മുകളിൽ, അക്ഷരീകമായി അതേ ഒലിവുമലയുടെ മുകളിൽ യേശു തൻ്റെ പാദം വയ്ക്കുകയും ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പിളരുകയും അതിൻ്റെ നടുവിൽ ഒരു വാലി ഉളവാകുകയും ചെയ്യും. യുദ്ധത്തിൻ്റെ രീതിയാണ്. എൻ്റെ ജനം ഇസ്രായേൽ ആ വാലിയിലേക്ക്, ആ താഴ്വരയിലേക്ക് ഇറങ്ങി വരും. അവരവിടെ ഒളിച്ചിരുന്നു കൊണ്ട് ഒരു ഒളിപ്പോർ യുദ്ധം നടത്തും. ഗറില്ല വാർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൻ്റെ പ്രധാന ഭാഗം ഗറില്ല വാറായിരിക്കും. ഇസ്രായേൽ അതിനകത്ത് ഒളിച്ചിരുന്നു കൊണ്ട് ഒരു ഗറില്ല വാർ നടത്തും. അന്ന് 666 മുദ്രയേൽക്കാത്ത ആർക്കും വാങ്ങാനും വിൽക്കാനും ഒക്കാത്തത് കൊണ്ട് ഇസ്രായേൽ അത് ഏൽക്കുകയില്ല. ഭക്തരായ ഇസ്രായേലും ഭക്തരായ ദൈവജനവും അത് ഏൽക്കുകയില്ല. അതിനകത്ത് യഥാർത്ഥ ഭക്തന്മാർ പോയി. സെക്കൻഡ് ഗ്രേഡ് ഭക്തന്മാർ അവരെ മഹോദ്രവ വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. മഹോദ്രവ കാല വിശുദ്ധന്മാർ. അവർ ഈ വാങ്ങിയില്ലെങ്കിലും വിറ്റില്ലെങ്കിലും തിന്നില്ലെങ്കിലും പട്ടിണി ചത്താലും ഇത് എടുക്കത്തില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നൊരു വിഭാഗമുണ്ട്. അവർക്കന്ന് ആഹാരത്തിന് വഴിയില്ല. ഒലിവുമല 2ആയി പിളർന്നു പോകുന്നതോടുകൂടെ അതൊരു വലിയ താഴ്വര ഉളവായി വരികയും കിഴക്കുള്ള മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്ന് പടിഞ്ഞാറുള്ള ചാവുകടലിലേക്ക് ഒരു പാത ഉണ്ടാകുകയും ആ 2 കടലും കൂടെ യോജിപ്പിക്കുന്നതിനാൽ ചാവുകടലിലെ വെള്ളം ഒഴുകി മാറി മെഡിറ്ററേനിയനിൽ നിന്നുള്ള വെള്ളം ചാവുകടലിൽ വന്ന് ഇവിടെ മുഴുവനും മത്സ്യങ്ങളുള്ളതായി മാറുകയും ചെയ്യും. മീൻപിടുത്തക്കാർ അതിൻ്റെ 2 സൈഡിൽ നിന്നുകൊണ്ട് മീൻ പിടിച്ച് വെളിയിൽ നിന്ന് വാങ്ങുവാൻ കഴിയാത്തവർക്ക് ഫ്രീ ആയി കൊടുക്കും.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യുദ്ധത്തിൻ്റെ പ്ലാൻ എല്ലാം നേരത്തെ തന്നിട്ടുണ്ട്. 666 മുദ്രയില്ലാത്തത് കൊണ്ട് വാങ്ങാനും വിൽക്കാനും കഴിയാതെ വണ്ണം ഒത്തിരി ചത്തു. എന്നാൽ മിച്ചമുള്ള ഭക്തന്മാർ ഒളിപ്പോർ നടത്തേണ്ടതിന് തൻ്റെ ദൈവം അവർക്ക് വേണ്ടി ഒരു വഴി തുറക്കുകയും ഇവിടെ മീൻ പിടിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുകയും ആ മീൻപിടുത്തത്തിൽ അനേകർ മത്സ്യം കൊണ്ട് ഉപജീവനം കഴിക്കുകയും ചെയ്യും. അന്ന് യഹോവ തൻ്റെ സകല പർവ്വതങ്ങളോടും കൽപ്പിക്കും, ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വരുന്ന ജനം വരുന്ന ഇടത്ത് പർവ്വതങ്ങൾ കുലുങ്ങും, വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഭൂമി ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വലിയ ഭൂകമ്പങ്ങൾ അന്നാണ് ഉണ്ടാകുന്നത്. വലിയ പകർച്ചവ്യാധികൾ ഉണ്ടാകും. കണ്ണ് നിൽക്കുന്ന നിപ്പിൽ തടത്തിൽ തന്നെ അളിഞ്ഞു പോകും. ഇന്നത്തെ ബ്ലാക്ക് ഫംഗസൊക്കെ അതിൻ്റെ മുന്നോടികളായിട്ട് ഞാൻ കാണുന്നു. ആഴണമെന്നില്ല, അല്ലെന്ന് പറയാൻ ആർക്കും ഒക്കത്തുമില്ല. ഇതൊക്കെ ഇതിൻ്റെ മുന്നോടികളാകാം. നിൽക്കുന്ന നിപ്പിൽ ശരീരം അളിഞ്ഞു മാറുന്ന രോഗങ്ങൾ ഉണ്ടാകും. നിശ്ചയമായും ആറ്റം ബോംബും കെമിക്കൽ വെപ്പൺസും ഉപയോഗിക്കുന്നതോടുകൂടെ അവയുടെ റിയാക്ഷൻ കൊണ്ട് ശരീരം അളിഞ്ഞു മാറും. ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും ശത്രുവിനെതിരെ വാളെടുക്കുവാൻ ആജ്ഞാപിക്കും. സകല പർവ്വതങ്ങളും പിശാചിനെതിരെ വാളെടുക്കും. ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലും. യോവേൽ പ്രവചനം 3:2. ഞാൻ സകല ജനത്തെയും കൂട്ടി സകല രാജാക്കന്മാരെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിലേക്ക് വരും. യഹോശാഫാത്ത് താഴ്വരയിൽ വെച്ചാണ് യുദ്ധം നടക്കേണ്ടത്. യഹോശാഫാത്ത് താഴ്വരയെക്കുറിച്ച് ഒരു കൊച്ചു വിശദീകരണം. ചരിത്രത്തിൽ പുറകോട്ടിറങ്ങിയാൽ ഇസ്രായേൽ ലോകം മുഴുവനും ചിതറിപ്പോയ കാലഘട്ടത്തിൽ കിട്ടുന്ന വിലയ്ക്ക് അവനവൻ്റെ വസ്തു വിൽക്കുന്ന ഒരു സമ്പ്രദായം പല ഗവൺമെൻറ്റുകളും സ്വീകരിച്ചു. അവരവരുടെ കൺട്രോളിലിരിക്കുന്ന വസ്തുക്കളെ, സ്ഥലങ്ങളെ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുക. അന്ന് ഇസ്രായേൽ ജനം കളക്ഷൻ എടുത്ത് ഒരു വൻ തുക, എത്ര കോടി പൗണ്ട്സ് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഉണ്ടാക്കി അത് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സ്ഥലമാണ് ഈ പറയുന്ന താഴ്വര. അവിടെ തന്നെയാണ് യുദ്ധത്തിന് വീണ്ടും വരുന്നത്. അത് വില കൊടുത്തതാ. വട്ടിക്കോൾ ചെലവില്ലാതെ നടക്കുന്ന യാഗം ദൈവം അംഗീകരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ ഈ ആശയങ്ങൾ? തലമുറകൾക്ക് മുന്നമേ ഇസ്രായേൽ ചെതറിപ്പോയ കാലത്ത്, ഇസ്രായേലിൽ മടങ്ങി വരണമെന്ന് സയോണിസ്റ്റുകാർ ചിന്തിച്ച കാലത്ത് അവർ സ്ഥലങ്ങൾ വില കൊടുത്തു വാങ്ങാൻ തീരുമാനിക്കുകയും അന്നത്തെ ഗവൺമെൻറ്റിനോട്, തുർക്കിയോട് ആ ഭാഗങ്ങൾ വില കൊടുത്ത് വാങ്ങുകയും ചെയ്തതാണ് യഹോശാഫാത്ത് താഴ്വര എന്ന ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ. അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാനും അവരെ ചിഹ്നിച്ചിരിക്കുക. ഞാനവരെ ചിഹ്നിച്ചു, അവരെൻ്റെ ജനത്തെ ചിഹ്നിച്ചു. അവരെൻ്റെ ജനത്തെ ചിഹ്നിച്ചു, ഞാൻ അവരെ ചിഹ്നിച്ചു. ഇത് കോംപ്ലിമെൻ്ററി ആണ് നടന്നു. എന്നാൽ ഞാൻ നിനക്കൊരവസരം തന്നു, നിങ്ങളെ ഒരുമിച്ച് ചേർത്തു. ഘോരവും ഭയങ്കരവുമായ മൃഗത്തിൽ വിവിധ സംസ്കാരങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട്, വിവിധ ഗ്രൂപ്പുകൾ ഒരുമിച്ച് മനുഷ്യബീജത്താൽ ഇടകലർന്ന് എല്ലാം കൂടെ ഒക്കെ വന്ന് നിന്നല്ലോ. എന്നിട്ട് നിന്നെ കൊണ്ട് ചൊവ്വേ ഭരിക്കാൻ പറ്റിയില്ലല്ലോ. ഇനി ഞാൻ എൻ്റെ ജനത്തെ ഭരണമേൽപ്പിക്കേണ്ടതിന് നിന്നെ തകർക്കാൻ വേണ്ടി യഹോശാഫാത്ത് താഴ്വരയിലോട്ട് വിളിക്കുക. അത് എൻ്റെ മക്കൾ വില കൊടുത്ത് വീണ്ടും വാങ്ങിയ സ്ഥലമാണ്. അവിടോട്ട് നിന്നെ വിളിച്ചു കൂട്ടാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അതിനെ അർമ്മഗദോൻ എന്ന് വിളിക്കും. യഹോശാഫാത്ത് താഴ്വര എന്ന് യോവേലിൻ്റെ പുസ്തകം അതിനെ വിളിച്ചു. അതേ സ്ഥലത്തെ അർമ്മഗദോൻ എന്ന് പുതിയ നിയമം വിളിച്ചു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിനത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ദുരാത്മാക്കൾ തന്നെ. ഏതാ? തവളകളെപ്പോലൊരു 3 വരും. തവള 3 കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും അശുദ്ധമായ ശക്തികൾ, തവളകളെപ്പോലെയുള്ള ശക്തികൾ. തവളയിലോട്ട് ഞാൻ വരും. ഇപ്പം തവളകളെപ്പോലെയുള്ള ശക്തികൾ, അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അത് അത്ഭുതങ്ങൾ ചെയ്യും, അത് വീര്യങ്ങൾ പ്രവർത്തിക്കും. മനുഷ്യൻ്റെ ചിന്താഗതിക്ക് അപ്പുറത്തൊക്കെ ചെയ്യുവാൻ അതിന് കഴിയും. 14-ാമത്തെ വാക്യത്തിൽ ഏലിയൻ സപ്പോർട്ടുണ്ട്. അവ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ആ സ്ഥലത്തേക്കാണ് കൊണ്ടുവരുന്നത്. വെളിപ്പാട് 16:16 അവൻ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഒരൊറ്റ ഗ്രൂപ്പിലുള്ള ഭടന്മാർ, കുതിരപ്പട. പണ്ടുകാലങ്ങളിൽ ആനപ്പടയും കാലാൾപ്പടയും കുതിരപ്പടയും പലതുമുണ്ട്. അതിൽ കുതിരപ്പടയുടെ സംഖ്യ 200 മില്യൺ. 10,000 ഗുണം
20,000 എന്ന് ഞാൻ കേട്ടു. 200 മില്യൺ ഒരൊറ്റ തരത്തിലുള്ള സൈന്യങ്ങൾ വരും. എല്ലാവരും കൂടെ വാ, മെഗ്ദിഗോ താഴ്വരയിലേക്ക് വാ, എല്ലാവരും കൂടെ അർമ്മഗദോനിലേക്ക് വാ, എല്ലാവരും കൂടെ ഈ സ്ഥലത്തേക്ക് യുദ്ധത്തിന് വേണ്ടി വാ. സകല രാജാക്കന്മാരും മഹാസൈന്യങ്ങളും ഒരുമിച്ച് ചേരും. ആറ്റമിക് പവർ ഉപയോഗിക്കും, കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കും, മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ സകലതും ഉപയോഗിച്ച് അന്യോന്യം നശിപ്പിക്കേണ്ടതിന് നിങ്ങൾ പണിതതിനെ നിങ്ങൾ തന്നെ തീർത്തു, ഞാൻ എൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് തൻ്റെ യുദ്ധം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ദ കിദ്രോൻ വാലി. കിദ്രോൻ വാലിക്ക് ഇനി ഒരു പ്രത്യേകതയുണ്ട്. ഇത് തന്നെയാണ് യഹോശാഫാത്ത്, ഇത് തന്നെയാണ് അർമ്മഗദോൻ. ഇതിനെ വേദപുസ്തക കാലയളവിൽ കിദ്രോൻ താഴ്വര എന്ന് വിളിച്ചു വന്നു. കിദ്രോൻ താഴ്വരയുടെ പ്രത്യേകത എന്തായിരുന്നു? ജാതികീയ ദേവന്മാർക്ക് ബലി കഴിക്കേണ്ടതിന് ഇസ്രയേലിൽ കണ്ട സ്ഥലമായിരുന്നു കിദ്രോൻ താഴ്വര. ഇസ്രയേൽ ദൈവത്തിൻ്റെ പാറ്റേൺ വിട്ടുപോയി. അവരവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കിദ്രോൻ താഴ്വരയിൽ കൊണ്ടുവന്ന് മോലേക്കിന് ബലി കഴിച്ചു. മോലേക്ക് എന്നല്ലേ അത് പദം, ഇന്നലെ ഒന്ന് പറഞ്ഞായിരുന്നു. മോലേക്കിന് ബലി കഴിച്ചു. മോലേക്ക് പറയുന്നത് 2 കൈ നീട്ടി നിൽക്കുന്ന ഒരു സ്ത്രീ രൂപമാ വികൃതമായ മുഖത്തോടുകൂടെ നിൽക്കുന്നതാണ്. മോലേക്ക് എന്ന ദേവതയ്ക്ക് തങ്ങളുടെ പിഞ്ച് ഓമനകളെ അപ്പനും അമ്മയ്ക്കും അവർക്കുണ്ടായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കൊടുക്കുന്ന രംഗമാണത്. അവിടെ ഈ മോലേക്കിന് കൊണ്ട് കൊടുക്കുമ്പോൾ ഈ മോലേക്കിൻ്റെ രൂപത്തിനകത്ത് തീയിട്ട് ആ ഏറിയ മുഴുവനും തീ കത്തി നിൽക്കുകയാണ്. അതിൻ്റെ മുൻപിലൂടെ അപ്പനോ അമ്മയ്ക്കോ വന്ന് അവരുടെ സ്വന്തം കുഞ്ഞിനെ മോലേക്കിൻ്റെ നീട്ടി നിൽക്കുന്ന കൈയുടെ അകത്തോട്ട് വെച്ചു കൊടുക്കാൻ കഴിയും. അതുപോലെയാണ് അവിടുത്തെ ക്രമീകരണം. ഇസ്രയേലിൻ്റെ അമ്മമാർ അവരവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പുണ്യം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഗംഗാ നദിയിലേക്കും യമുനയിലേക്കും വലിച്ചെറിയുന്നത് പോലെ അവിടെയും ഇവിടെയും ഒക്കെ ദേവന്മാർക്ക് കുരുതി കൊടുത്തുകൊണ്ട് തെണ്ട് വന്നിരുന്ന താഴ്വരയാണ് ഈ കിദ്രോൻ വാലി. എൻ്റെ കർത്താവ് പറഞ്ഞു, നിന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമ്പോൾ അവിടിട്ടാ യുദ്ധം ചെയ്യിക്കുന്നത്. നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെപ്പോലെ ഉള്ളവൻ എന്ന് നീ തെറ്റിദ്ധരിക്കരുത്. അല്ല, ഞാനവയെ നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിരത്തി വെക്കും. വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ ബുദ്ധിയിൽ നിന്നത് മാഞ്ഞു പോകത്തില്ല. ഓർമ്മക്കുറവ് ദൈവത്തിനില്ല. ഞാൻ കിദ്രോൻ വാലിയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചൊരു യുദ്ധം നടക്കും. അതാണ് യഹോശാഫാത്ത് താഴ്വര. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കിദ്രോൻ താഴ്വരയുടെ വേറൊരു പ്രത്യേകത, ബെൻഹിന്നോൻ താഴ്വര എന്നും അതിനെ വിളിക്കും. ഈ താഴ്വരയുടെ വേറൊരു പ്രത്യേകത, അവിടെ ഹെവി മ്യൂസിക് നടക്കുക. ഹെവി മെറ്റൽ മ്യൂസിക്, പ്രത്യേകിച്ച് ഈ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുക്കുന്നത്. മനുഷ്യനെ മത്തുപിടിപ്പിക്കുന്നത് പോലെ, ഇളക്കുന്നത് പോലെയുള്ള ഭയങ്കര മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും കൊട്ടും പാട്ടും ആ ബഹളം നടക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ ഈ വിഗ്രഹത്തിൻ്റെ കയ്യിലിരുന്ന് കരയുന്ന കരച്ചിലാരും കേൾക്കാതെ മിനിറ്റുകൾ കൊണ്ട് അവർ കത്തിത്തീരുന്ന ആ സ്ഥലത്ത് നിന്റെ അമ്മമാർ, എൻ്റെ ജനം, എൻ്റെ പിഞ്ചു പൈതങ്ങളെ വളർത്തിയെടുക്കുവാൻ ഞാൻ തന്ന പിഞ്ചു പൈതങ്ങളെ തേണ്ട കൊണ്ട് വിഗ്രഹങ്ങൾക്ക് കൊടുത്തില്ലേ, അവിടെ ഞാൻ ന്യായവിധി നടത്തും. എൻ്റെ പ്രിയപ്പെട്ടവർ മറക്കരുത്, ദൈവത്തിന് വേണ്ടി വളർത്തിയെടുക്കുവാൻ പിഞ്ചു കുഞ്ഞുങ്ങളെ ദൈവം നമ്മുടെ കയ്യിൽ തന്നതിനെ പൊട്ടും തൊടിപ്പിച്ച് അരുതാത്ത വേലകൾ കാണിച്ച് മറുകും വെച്ച് വരയും കൊരയുമാക്കി കൊണ്ടുപോകുന്നവർ മറക്കരുത്, കിദ്രോൻ താഴ്വരയിൽ ന്യായവിധി നടക്കും. കിദ്രോൻ താഴ്വരയിലായിരിക്കും ഈ യുദ്ധം നടക്കുന്നത്. ഞാൻ നിർത്താൻ പോകുകയാണ്, ഉടനെ ഞാനിവിടെ നിർത്തുന്നതായിരിക്കും. അതിൻ്റെ വഴികൾ ഒരുങ്ങണം. വിശദീകരിക്കുക, പ്രസത്തിനകത്തൂടെ ഞാൻ കയറ്റിവിടുകയാണ്. അതിൻ്റെ വഴികൾ ഒരുങ്ങണം. യുദ്ധത്തിന് വരേണ്ടത് ലോകത്തിലെ മുഴു രാജ്യങ്ങളുമാണ്. ഒന്ന്, വടക്ക് നിന്നുള്ള വഴി ഒരുങ്ങണം. അതിനുവേണ്ടി യുക്രൈൻ റഷ്യയോട് ചേരണം. അത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞതാ. 2, കിഴക്കേ വഴി ഒരുങ്ങണം. അതിനുവേണ്ടിയാണ് കോരക്കോരൻ എന്ന് പറയുന്ന ഒരു ഹൈവേ തയ്യാറാകുന്നത്. വരുന്ന ആഴ്ചയിൽ എനിക്കത് എടുക്കാനൊക്കെ തുള്ളിന്നൊന്ന് കാണിച്ചു വിടാൻ നോക്കാം. രാജാക്കന്മാർ ഒരുമിക്കണം. അതിനുവേണ്ടിയാണ് UNO വരുന്നത്. ആത്മീക വശങ്ങൾ ഇതിനകത്തൊരുങ്ങണം. അതിനുവേണ്ടിയാണ് മഹാസർപ്പവും തവളകളും. തവളകളെന്ന് പറയുന്നത് നമ്മൾ വിശദമായിട്ട് എടുത്ത് കണ്ടുകയാണ്. വടക്ക് നിന്നുള്ള ശത്രുവിനെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. യുക്രൈൻ അതുവഴി വരുന്ന. രണ്ടാമത്തേത്, കിഴക്കേ വഴി ഒരുങ്ങണം. കിഴക്ക് നിന്നുള്ള വഴി ഒരുങ്ങണമെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ജപ്പാൻ മുതലായ രാജ്യങ്ങളാണ് കിഴക്കുള്ള രാജ്യങ്ങൾ. ഇവിടുന്നെല്ലാം യുദ്ധത്തിന് പോയേ പറ്റൂ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും ഒക്കെ. ഇവിടുന്നൊക്കെ ആളുകൾ പോകണമെങ്കിൽ സാധാരണയായ ഒരു ഹൈവേ പോരാ. അതിനുവേണ്ടി ഉണ്ടാക്കുന്നതാണ് കാരക്കോണൻ ഹൈവേ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ടിബറ്റുകാരോടൊന്ന് ചോദിക്കട്ടെ,
ടിബറ്റുകാരെ എന്തുകൊണ്ട് അതുവഴി ഇത് പോകാൻ നിങ്ങൾ അനുവദിക്കുന്നു? ഈ പാകിസ്ഥാനും ഈ ഇന്ത്യയും ഒക്കെ ഒരുമിച്ച് ഈ കാരക്കോണം ഹൈവേ കൂടെ പോകുന്നത് ശരിയാകുമോ? നിങ്ങൾ എന്താ ഇത് അനുവദിക്കുന്നു? ഞങ്ങൾക്ക് ഒരു നിവൃത്തിയുമില്ല, ഇത് കൺട്രോൾ ചെയ്യുന്ന വേറെ ആരാണ്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നടക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല, ഞങ്ങളിത് ചെയ്തേ മതിയാകൂ. ചൈനയോട് ചോദിക്കാം, നിങ്ങൾ എന്ത് അനുവദിക്കുന്നത്? ഇന്ത്യൻസ് ഇതിലെ കയറത്തില്ലയോ? എന്തോ ചെയ്യാനാ? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ മാർഗമില്ല. മാത്രമല്ല, അവരവസാനം വന്നു ചേർന്നാൽ യൂഫ്രട്ടീസ് നദി കടന്നേ മതിയാകൂ. അതുകൊണ്ട് യൂഫ്രട്ടീസ് നദി വറ്റിയേ മതിയാകൂ. മൂന്നാം ലോകമഹായുദ്ധം നടക്കുന്നതിന് മുന്നമേ. ഞാൻ എളുപ്പം അങ്ങ് മാറുകയാണ്. കരക്കോണൻ ഹൈവേ നിങ്ങളിത് കാണുന്ന സാധനമാണ്. കരക്കോരം ഹൈവേ. ഈ കാണുന്ന ഹൈവേ ഭൂമിയിൽ നിന്നുള്ളതിലെ ഒരു വലിയ ഹൈവേ നിർമ്മിച്ചു കഴിഞ്ഞു. എന്തിനു വേണ്ടി? കിഴക്കുള്ള രാജാക്കന്മാർ ഇസ്രായേലിൽ യുദ്ധത്തിനെത്തുവാൻ. മനസ്സിലായല്ലോ? കിഴക്ക് നിന്ന് വഴി തുറക്കുകയാണ്. വടക്ക് നിന്നുള്ളത് നമ്മൾ കണ്ടു, അത് യുക്രൈൻ മുഖേന വരണം. തൻ്റെ യൂഫ്രട്ടീസ് നദിക്ക് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ആറാമൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. യൂഫ്രട്ടീസിലെ വെള്ളം പറ്റുമോ? നിങ്ങൾ ഇൻ്റർനെറ്റ് തുറന്ന് നോക്ക്. അവിടെ വെള്ളം പറ്റി കുടിവെള്ളം മുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറുകയാണ്. വള്ളങ്ങൾക്ക് ഓടുവാൻ കഴിയുന്നില്ല, അവിടുത്തെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക. ഈ രാജ്യക്കാർ ആ രാജ്യക്കാരെയും ആ രാജ്യക്കാരും മറ്റേ രാജ്യക്കാരെയും ഒക്കെ പഴി പറയുന്നുണ്ടെങ്കിലും നിങ്ങളൊന്നും അല്ലിത് നിയമിക്കുന്നത്, ഇത് കുറിച്ചു വെച്ചിരിക്കുന്നതാണ്. തേണ്ട കിഴക്ക് നിന്നുള്ള വഴി ഒരുങ്ങി വരികയാണ്. രാജാക്കന്മാർ ഒരുമിച്ച് ചേരുവാൻ UNO വഴി ഒരുക്കുകയാണ്. അജണ്ട 2030 മറ്റും അതിൻ്റെ ഭാഗങ്ങളാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആത്മീക വഴികൾ ഒരുക്കുവാൻ മുകളിൽ നിന്നൊരു മഹാസർപ്പവും താഴെ ഏലിയൻസും. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടത് തവളകളെപ്പോലെയുള്ള 3 അശുദ്ധ ശക്തികളെന്ന ഏലിയൻസിനെ കുറിച്ചുള്ള വിശദീകരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനകത്തെ ഒന്നാമത്തെ പുള്ളി റെപ്റ്റേലിയൻ സ്പിരിറ്റ്സ്, തവളയുടെ തലയുള്ളതാണെന്ന്. അതിൻ്റെ തല കണ്ടാൽ തവളയെപ്പോലെ ഇരിക്കും, ട്രയാങ്കുലർ ഷേപ്പിനോടടുത്തൊരു ഒന്നാമത്തേത്. ഗ്രേ ആണ് രണ്ടാമത് ഞാൻ കാണിച്ചിരിക്കുന്നത്. സത്യത്തിൽ ശാസ്ത്രലോകം പ്രസിദ്ധപ്പെടുന്നതിലെ 3-ാം ഗ്രൂപ്പാണ്. ഞാനതിനെ ഇവിടെ മറ്റേതൊക്കെ മാറ്റിക്കളഞ്ഞു. 4 ഗ്രൂപ്പിനെ ഉള്ളതിൽ 2 ഞാൻ എടുത്തുള്ളൂ. ഈ 2ൻ്റെയും മുഖം തവളെപ്പോലെ. റെപ്റ്റേലിയനാണ് അതിൻ്റെ മാസ്റ്റർ. അതിൻ്റെ കീഴിൽ തണ്ട വരുന്നതാണ് ഗ്രേ. റെപ്റ്റേലിയൻസ് ഡയറക്റ്റ്ലി ഒരു കാര്യം ചെയ്യത്തില്ല, അവർ തീരുമാനങ്ങൾ എടുത്ത് താഴെയുള്ളവരെ കൊണ്ട് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് ഗ്രേസ് എന്ന് വിളിക്കുന്നത്, ഗ്രേ എന്ന് വിളിക്കുന്നത്. ആ ഗ്രൂപ്പിനെയാണ് നിങ്ങൾ കാണുന്നത്. 4 വഴികൾ തുറക്കുന്നതിനെ ഞാൻ ഇന്ന് തൊട്ടു. സമയമായി, ഞാൻ ഇവിടോട്ട് നിർത്തട്ടെ. സഹോദരന്മാരെ സമയമായി, സഹോദരിമാരെ സമയമായി. ദൈവത്തിൻ്റെ സമയം ഏറെക്കുറയായി. ആർ യു റെഡി? നിങ്ങൾ ഇന്ന് അബ്രഹാമിക് ഗ്രൂപ്പിൽ നിൽക്കുമോ, നിമ്രോദി ഗ്രൂപ്പിൽ നിൽക്കുമോ? അബ്രഹാമിക് ഗ്രൂപ്പിൽ നിൽക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. എന്നെ കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും അടുത്ത ദിവസങ്ങളിലുമായി ശ്രദ്ധിക്കുന്നവരെ, ആർ യു റെഡി? വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടവരായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകലും അടുത്ത ദിവസങ്ങളിലുമായി എവിടെയും ശ്രദ്ധിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിത്യത നഷ്ടമായി എന്ന് വരാതിരിക്കുവാൻ യേശുവേ വേഗത്തിൽ തയ്യാറാകുവാൻ അടിയങ്ങളെ ഒരുക്കണമേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.